ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു അവസരം തന്ന ഫ്രണ്ട്സ് ഓഫ് ഫോറം ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രറ്റേണിറ്റി മെമ്പേഴ്സിന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓഡിയൻസിനെയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. 19 കൊല്ലമൊക്കെ ഞാൻ ഈ പ്രവർത്തനത്തിലുള്ള ആളാണ്. ഒരുപാട് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും അവിടെയൊക്കെ കാണുന്ന ഒരാളാണ് പ്രൊഫസർ റഹ്മാനിക്കാൻ. അതൊക്കെ ഇന്നുകൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 3-4 പേരെ ഇത്രയും വലിയൊരു ശാസന കണ്ടപ്പോൾ അതിനൊരു ഓർമ്മ വരുന്നുണ്ടെന്ന് പറയാം. എൻ്റെ ഭാരം പകുതി ഇറക്കി താഴെ വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം സൂചിപ്പിച്ച 2 മെയിൻ ഇഷ്യൂസ് അല്ലെങ്കിൽ കാരണങ്ങൾ. ഒന്ന്, യങ് ജനറേഷൻ നമ്മളവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നോക്കുക, അദ്ദേഹം പറഞ്ഞമാതിരി 55-60 മേലുള്ളവരാണ്. എവിടെ നമ്മുടെ യങ്സ്റ്റേഴ്സ്? ഒരു മരണ വീട്ടിൽ ചെന്നാൽ ഞാൻ പോകുന്ന മരണ വീട്ടിലൊക്കെ നോക്കും, കവറ് അയ്യത്തിനെ കാണാൻ മയക്കണം, എല്ലാം പ്രായമായ ആൾക്കാരാണ്. എന്നാൽ കല്യാണ വീട്ടിലോ 3 ദിവസം മുതൽ ഒരാഴ്ച മുതൽ അടിപൊളി അടിച്ച് പൊളിച്ച് ചെറുപ്പക്കാർ അവരുടെ കോലാഹലമാണ്. നമുക്ക് നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന്, മദ്യപാനം, കല്യാണം വേണ്ട, കല്യാണം കഴിച്ച ഡിവോഴ്സ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ട. നമ്മളൊരു അടിത്തട്ടില്ലാത്ത ബോട്ടംലെസ് അബിസ്, അഗാധ മൊഴിയിലേക്ക് മാനവരാശി കൂട്ടുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ, ഇറ്റലി, യൂറോപ്പ്, അമേരിക്കയിലൊക്കെ സോംബികളാണ് മയക്കുമരുന്നിന് അടിമകളായിട്ട്. നമ്മളാരും പറയുന്നില്ല. ഇതിപ്പോൾ അമേരിക്കയിലെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് ഒളിഗാർക്സ്. ഇത് നമ്മളാരും ഒളിഗാർക്ക് എന്നുള്ള വാക്കറിയാവുന്ന എത്ര പേരുടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഞാനെൻ്റെ വിഷയത്തിലേക്ക് എന്നെ വളരെ എളുപ്പം നമുക്ക് കൈയേറ്റി തന്നു. എന്നുവെച്ചാൽ ഞാൻ നോമ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആത്മീയ വഴിയിൽ ആരോഗ്യപൂർവ്വം, ആരോഗ്യത്തിനെ കുറിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്ന ഡോക്ടറായിരുന്നു. പക്ഷേ ആത്മീയ വഴിയിൽ എനിക്കൊരു എനിക്കൊരു പണിയൊന്നുമാണ്. ഇതിനെല്ലാത്തിനോടെ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഉദാഹരണം, ഞാനിപ്പോഴൊരു മറുവശം കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എല്ലാത്തിൻ്റെയും മറുവശം. ഇപ്പം ഫാസ്റ്റിംഗ്, റമദാൻ മാസം ആകുമ്പോൾ ഈ പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച്, നോമ്പ് നോക്കുന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കും. പക്ഷെ നമ്മൾ മറന്നു പോണ കാര്യം, അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് റമദാൻ മാസം 1 മാസം മാത്രമാണ്. ഇപ്പോൾ ബാക്കിയുള്ള 11 മാസവും അവിടെയാണ് നമുക്ക് പരാജയം പറ്റുന്നത്. ആ 11 മാസത്തെ കുറിച്ച് എനിക്ക് താല്പര്യം. കാരണം എന്താ പറയുക, ലേറ്റസ്റ്റ് റിസർച്ച് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഞാൻ ഇന്റേണൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ്. ട്രാവൽ MBBS ഇംഗ്ലണ്ടിൽ ഞാൻ മാസിക്കേറ്റ് ഒരു കൺസൾട്ടൻറ്റ് ഇന്റേണൽ മെഡിസിൻ. ഇന്റേണൽ മെഡിസിനെ കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോൻട്രോളജി എല്ലാം ഉള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനൊക്കെയാണെന്നുള്ള അവസാനത്തെ കണ്ണിയുണ്ട്. ഇനി ആരും ഉണ്ടാവാൻ തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളുടെ കാലിബറിലുള്ളവരെല്ലാം കാർഡിയോളജി, ന്യൂറോളജിയിലേക്ക് പോയിട്ട് ഇനി ഇന്റേണൽ മെഡിസിനിലാരും തന്നെ ഇല്ല എന്നാണ്. ലാസ്റ്റ് ഓഫ് ദ മഹിക്കാൻസ് എന്ന് പറയുന്നത് ഞാനൊക്കെ എൻ്റെ ലാസ്റ്റ് കണ്ണിയാണ്. ഇന്റേണൽ മെഡിസിനിൽ ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ഇന്റർനാഷണൽ ജേണലാണ് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ. ഈ ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ വന്ന വളരെ രസകരമായ ഒരു റിപ്പോർട്ടുണ്ട് 2019 ഡിസംബർ മാസത്തിലുണ്ട്. ഞാനത് വഴിയെ ചർച്ച ചെയ്യാം. റമദാൻ 1 മാസമാണ് നമ്മൾ നോമ്പ് നോക്കുന്നതെങ്കിൽ ഇതിൽ പറയുന്നത് 12 മാസം. അങ്ങനെ വരുമ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മിസ്നോമറാണ്, ഒരു തെറ്റായ പദമാണ്. ഫാസ്റ്റിംഗ് ഈസ് എ മിസ്നോമർ. മിസ്നോമർ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ അതിനൊരു പേര് കൊടുക്കുമ്പോൾ അത് ഫിറ്റാകുന്നതാണ് മിസ്നോമർ. തീരെ ആ കാര്യത്തെക്കുറിച്ചല്ലാത്ത ഒരു പേര് കൊടുക്കുന്നതിനെ നമ്മൾ മിസ്നോമർ എന്ന് പറയുന്നത്. ഈ പുതിയ റിസർച്ച് അനുസരിച്ച് ഫാസ്റ്റിംഗ് എന്ന വാക്ക് മിസ്നോമറാണ്. ആക്ച്വലി ദാറ്റ് ഈസ് എ നോർമൽ. മനുഷ്യൻ്റെ നോർമലാണത്. ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനം ഇൻഡസ്ട്രൈനൽ മൈക്രോബയോം. ഏറ്റവും കൂടുതൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഇൻഡസ്ട്രൈനൽ മൈക്രോബയോം. ഒരു മനുഷ്യ ശരീരത്തിൽ 10 ട്രില്യൺ സെല്ലുകളാണുള്ളതെങ്കിൽ നമ്മുടെ കോശം അല്ലേ, നമ്മുടെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. സെല്ലുകൾ ചേരുന്നതാണ് ടിഷ്യൂസ് ചേരുന്നതാണ് ഓർഗൻസ് ചേരുന്നതാണ് ഓർഗാനിസം അല്ലെങ്കിൽ ജീവി. 10 ട്രില്യൺ സെല്ലുകളാണ് ഒരു മനുഷ്യ ശരീരത്തിലുള്ളത്. നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന റിസർച്ച് റിപ്പോർട്ട്
മനുഷ്യ ശരീരം 10 സെല്ലാണെങ്കിൽ മനുഷ്യ ശരീരത്തിലുള്ളത് 100 ട്രില്യൺ അണുക്കളാണ്, ജീവജാലങ്ങളാണ്. ഈ ജീവജാലങ്ങൾ നമ്മൾ ആരാണെന്നും നമ്മുടെ ചിന്താഗതി എന്താണെന്നും എല്ലാം നിശ്ചയിക്കുന്നത്. ശാസ്ത്രം അടിമറയിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ 2019 റിസർച്ച് റിപ്പോർട്ട് ഞാൻ നിങ്ങളോട് പതുക്കെ പറയാം. എല്ലാവരും 50, 65, 60 മേലുള്ളവരാണെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അർത്ഥം നിങ്ങളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡോക്ടേഴ്സിനെ കാണുന്നവരാണ്. എത്ര ഡോക്ടർമാർ ഈ റിപ്പോർട്ട് നിങ്ങളോട് പറഞ്ഞു കാണും? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രൈനൽ മൈക്രോബയോം എന്ന് വെച്ചാൽ നമ്മുടെ കുടലിലും ആമാശയത്തിലും ഒക്കെയുള്ള ആകെ മൈക്രോസ്കോപ്പിക് സൂക്ഷ്മാണുക്കളാണ് ഈ ഫാസ്റ്റിങ്ങില് മാറ്റങ്ങൾ വരുന്നത്. അപ്പൊ കുറച്ച് റബ്ബ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ കോശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആമാശയത്തിലും കണ്ണിലും മൂക്കിലും ചെവിയിലും എല്ലായിടത്തും ഇപ്പൊ ബ്രെയിനിൽ വരെ ഉണ്ടെന്ന് പറയാം ജീവിക്കേണ്ടത് ഏത് ജീവജാലമാണെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം മാറ്റിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഫാസ്റ്റിംഗ് കൊണ്ട് ഇതിനെ തിരിച്ചു പിടിക്കാം, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റും. ഇൻഡസ്ട്രിയൽ മൈക്രോബയോം നമുക്ക് എതിരെ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ശരീരത്തിൽ വളരുന്നതെങ്കിൽ നിങ്ങൾ 360 ദിവസം ഫാസ്റ്റ് ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇൻഡസ്ട്രിയൽ മൈക്രോബയോം 1960 നമ്മൾ ഏത് കാര്യം പഠിക്കാൻ ശ്രമിക്കുമ്പോഴും മാനവരാശി കടന്നു വന്ന പാതകളുടെ ചരിത്രം പഠിച്ചിരിക്കണം. ചരിത്രം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചരിത്രം പഠിച്ചാൽ മാത്രമേ നമ്മുടെ പിതാമഹന്മാർക്കുണ്ടായ അബദ്ധങ്ങളും സുബദ്ധങ്ങളും രണ്ടും പഠിക്കും. അവർ ചെയ്ത നന്മകളും അവർക്ക് പറ്റിയ അബദ്ധങ്ങളും അവരിൽ നിന്നുണ്ടായ തിന്മകളും പഠിക്കും. പലപ്പോഴും നമ്മൾ പല മഹാന്മാരെയും പ്രകീർത്തിച്ച് പറയാറുണ്ട്. പക്ഷെ അവരിൽ നിന്നുണ്ടായ തെറ്റുകളെ കുറിച്ച് അധികം നമ്മൾ ചിന്തിക്കാറില്ല. ചരിത്രം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. 1960 അമേരിക്കയിലെ പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന് പറയുന്ന കമ്പനി ഇന്നും ലോകത്ത് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. അവര് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഇന്ന് നിങ്ങൾ ഏത് മരുന്ന് കഴിക്കണം ഏത് കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്ന അമേരിക്കൻ ഹാർട്ട് അസോസിയേഷന് കൊടുത്തത് $60 മില്യൺ കൈക്കൂലി. 1960 എത്രയാവണം കൂട്ടി നോക്കിക്കുക. ഇതെന്തിനാ കൊടുത്തതറിയാമോ? ചരിത്രം എഴുതപ്പെട്ട കാര്യങ്ങളല്ല, തെളിയിക്കപ്പെട്ട കാര്യമാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ 1960 $60 മില്യൺ കൈക്കൂലി ഒരു പ്രോക്ടർ ആൻഡ് ഗാംബിൾ എന്ന് പറയുന്ന ഒരു കമ്പനി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് എന്തായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോവിഡ് ഉൾപ്പെടെ നമുക്കറിയാം. കോവിഡ് വാക്സിനെ കുറിച്ചുള്ള കോൺട്രവേഴ്സി നിങ്ങൾക്കറിയാം. ഇതിനെ കൊടുക്കുന്നറിയാമോ? 1900 ആദ്യങ്ങളിൽ 10,000-20,000 ആ കാലഘട്ടത്തില് പരുത്തി കൃഷിയെ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് അന്നത്തെ മേജർ അഗ്രികൾച്ചർ ആയിരുന്നല്ലോ, കൃഷിയായിരുന്നല്ലോ. അതിൽ ഏറ്റവും പ്രധാനം ഒന്ന് പരുത്തി കൃഷിയായിരുന്നു. നമ്മൾ തുണികളും എല്ലാം ഉണ്ടാക്കാനായിട്ട് ഈ പരുത്തിക്കുരുവിന്റെ വേസ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട്, എണ്ണ. ഈ എണ്ണ അന്ന് ലൂബ്രിക്കൻ്റ് ഓയിലായിട്ടാണ് ഉപയോഗിച്ചത്. കാറിലും വണ്ടികളിലും ലൂബ്രിക്കൻ്റ് ഓയിൽസ് ആയിട്ട് പലതിനാണ് ഉപയോഗിച്ചത്. ആരുടെ നിലയിൽ വെച്ചു ഈ ലൂബ്രിക്കൻ്റ് ഓയിലിന് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് കുക്കിംഗ് ഓയിലായിട്ട് മാറ്റാവും. അങ്ങനെ അതിൽ ഹൈഡ്രോജനേഷൻ തുടങ്ങി ചില മാറ്റങ്ങൾ വരുത്തി അതിന് കുക്കിംഗ് ഓയിലായിട്ട് 1950-കളിലും 60-കളിലും പ്രൊമോട്ട് ചെയ്യും. വേസ്റ്റ് പ്രൊഡക്റ്റാന്ന് ആലോചിച്ചു. ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് കളയാനായിട്ട് അവർക്ക് ചിലവാണ്. അപ്പൊ അതിന് പകരം അതിന് ചെറിയ മാറ്റം വരുത്തിയിട്ട് നേരെ കുക്കിംഗ് ഓയിലായി. എന്തിനാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒരു $60 മില്യൺ കൈക്കൂലി കൊടുക്കുന്നറിയാമോ? അവരെ കൊണ്ട് പറയിക്കണം. അന്ന് നമ്മുടെ നാട്ടിലും യൂറോപ്പിലും നമ്മൾ എണ്ണയായിട്ട് ഉപയോഗിച്ചിരുന്നു, പൊരിക്കാൻ ഉപയോഗിച്ചതും അല്ലാതെ ഉപയോഗിച്ചിരുന്നു. നമ്മുടെ നാട്ടിൽ കൂടുതലും വെളിച്ചെണ്ണയും സായിപ്പന്മാർ കൂടുതലും മൃഗങ്ങളുടെ കൊഴുപ്പുമാണ് ഉപയോഗിച്ചത്. നമ്മുടെ നാട്ടിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിച്ചത്. പക്ഷെ മൃഗങ്ങളുടെ കൊഴുപ്പ് കിട്ടാൻ എളുപ്പമുള്ള കാര്യമില്ല. സായിപ്പന്മാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന LARD എന്ന് പറയുന്ന പന്നിയുടെ കൊഴുപ്പാണ് അവർ ഉപയോഗിച്ചത്. മറ്റ് മൃഗങ്ങളുടെ കൊഴുപ്പും ഉപയോഗിച്ചിരുന്നു. ഈ കൊഴുപ്പ് ഉപയോഗിച്ചാൽ ഹൃദയാഘാതം ഉണ്ടാകും എന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനെ കൊണ്ട് പറയിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ സസ്യങ്ങളിൽ നിന്നും വരുന്ന ഓയിൽ ഉപയോഗിക്കണം എന്ന് പറയിച്ചു. അങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ അവസാനം ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്ന തെറ്റായ ഞാൻ കമ്മിറ്റ് ചെയ്തു. തെറ്റായ നിങ്ങൾ പലരും കൊഴുപ്പുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നത്തെ ഏറ്റവും വലിയ കോൺട്രവേഴ്സി, റേജിംഗ് കോൺട്രവേഴ്സി, ഏറ്റവും ശക്തമായി
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൊഴുപ്പ്. ഏത് കൊഴുപ്പാണ് മോശം? അപ്പോൾ ഇവരുടെ കരുത്തി കൃഷി എന്നുള്ള ഓയിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു മാർഗമാണ്. അങ്ങനെ 1990-കളിൽ സ്റ്റാറ്റിൻ എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചു. ഇന്ന് ഈ സ്റ്റാറ്റിൻ മനുഷ്യനുണ്ടാക്കി നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട്. ഞാൻ 25 കൊല്ലം കഴിച്ച മരുന്നാണ്. ഇന്നെല്ലാവരും കഴിക്കുന്നുണ്ട്. അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇനി ഉണ്ടാക്കാൻ പോകണം എന്താണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ ഒരു വേദിയിലിരുന്ന് ഒരു ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണയാണ്. 1960 ഇത് പറയിച്ചെങ്കിൽ അതിനുശേഷം ഇങ്ങോട്ട് ഉണ്ടായ സംഭവം എന്തായിരിക്കും? അവർ മാറ്റിമറിച്ച് എന്തൊക്കെയായിരിക്കും? 1975 ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്ന കളനാശിനി ഹെർബിസൈഡ് മോൺസാന്റോ എന്ന് പറയുന്ന കമ്പനി കണ്ടുപിടിച്ചു. 1977 അവർക്ക് അതിന് പാറ്റന്റ് കിട്ടി. എന്ന് വെച്ചാൽ 20 വർഷത്തേക്ക് ആൾക്ക് ഉണ്ടാക്കാൻ പാടില്ല. 1980-കളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കളനാശിനിയായി ഗ്ലൈഫോസേറ്റ്. ഇവിടെ ഗേറ്റ് എന്നും ഇവിടെ വേറൊരു പേരൊക്കെ പറഞ്ഞു. ഗേറ്റ് എന്ന പൊതുവെ അറിയപ്പെടുന്നത്. ഇവിടെ വേറൊരു പേരിലാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഏറ്റവും കൂടുതൽ കളനാശിനിയായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. 1980-കളിൽ 5000 കുഞ്ഞുങ്ങൾ അമേരിക്കയിൽ ജനിക്കുമ്പോൾ വെറും 50-ൽ താഴെ 40-ൽ താഴെ കുഞ്ഞുങ്ങൾക്കായിരുന്നു ശാരീരിക മാനസിക വൈകല്യങ്ങളുണ്ടായത്. 2015 ആയപ്പോഴത്തേക്കും ഇത് 5500 10 ഇരട്ടിയായി. ആലോചിച്ച് നോക്കുക, ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ഓട്ടിസം ഡിസോർഡർ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ, ശാരീരിക വൈകല്യങ്ങൾ ജനിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങളുടെ വിധി എഴുതപ്പെടുകയാണ്. ആ വാപ്പൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിന്റെ കൂടെ ഇരിക്കണം. അപ്പോൾ മോൺസാന്റോ എന്ന് പറയുന്ന കമ്പനി ചെയ്ത പണിയാണ്. ഈ ഗേറ്റ് എന്ന് പറയുന്ന സാധനം, ഗ്ലൈഫോസേറ്റ്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും പുഴയിലും കുളത്തിലും എല്ലായിടത്തും എല്ലാ വെള്ളത്തിലും ഇതുണ്ട്. നമ്മളെല്ലാം കഴിക്കുന്ന വെള്ളത്തിൽ കുടിക്കുന്നതൊക്കെ ഗ്ലൈഫോസേറ്റ് ആണെന്ന് നിസ്സംശയമായി തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, വ്യക്തി എന്ന നിലയ്ക്ക്, കുടുംബം എന്ന നിലയ്ക്ക് ഒതുങ്ങിക്കൂടാതെ സമൂഹത്തിലേക്കാണ്. പറയേണ്ടായി എങ്ങനെ ജനറേഷനെ കിട്ടുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എങ്ങനെ ജനറേഷൻ കിട്ടാത്തതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കൊരു ഫോക്കസ്, അവർക്കൊരു ടാർഗറ്റ് നമുക്ക് കൊടുക്കാനില്ല. അവർക്കൊരു വിഷൻ ആൻഡ് മിഷൻ കൊടുക്കാനില്ല. എന്റെ ചെറുപ്പകാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ സാഹിബിനെ കുറിച്ചും സീദ് സാഹിബിനെ കുറിച്ചും അങ്ങനെയുള്ള പ്രഗത്ഭരായിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് പോസ്റ്റ് വേൾഡ് വാർ, പോസ്റ്റ് ചൈന വാർ, പോസ്റ്റ് പാകിസ്ഥാൻ വാർ, ബസൂരി തുടങ്ങി ഭയങ്കര ദാരിദ്ര്യവും 7, 8, 10, 15 മക്കളുള്ള കുടുംബങ്ങളും. അന്ന് നമ്മുടെ പിതാക്കന്മാരും മാതാപിതാക്കളും ഒരുപാട് സഹിക്കുന്നതും പല ത്യാഗങ്ങളും ചെയ്യുന്ന കണ്ട് നമ്മൾ ഇന്ന് പറയാമോ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം? ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന 1-2 വ്യക്തിത്വങ്ങൾ പറയാനുണ്ടോ? നമ്മുടെ വരും തലമുറ ആരെ പിന്തുടരും? എന്തിനെ പിന്തുടരും? നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വാപ്പയമ്മയൊക്കെ അവരൊക്കെ ഈ ഓർഫനേജസിന് വേണ്ടി ഓടി നടക്കുന്നതും കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതും താമസിപ്പിക്കുന്നതും ജോലി ചെയ്യുന്നതും സ്കൂളുകൾ തുടങ്ങുന്നതും. ഇന്നെന്താ കാണാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക്? അതുകൊണ്ടാണ് യങ്സ്റ്റേഴ്സിനെ കിട്ടാത്തത്. അവരുടെ ആ മനസ്സിൽ കത്തുന്ന, ആളെ കത്തുന്ന തീയെ കണ്ടെയ്ൻ ചെയ്ത് അതിനെ ശരിയായ ചാനലൈസ് ചെയ്യുക, ശരിയായ വഴികളിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നും നമ്മളായിട്ട് കാലമക്കന്മാരായിട്ട് ചെയ്യുന്നില്ല. പിന്നെ ഇക്ക പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, മത നേതാക്കന്മാരെ വിളിച്ചിട്ട് സമ്മേളനങ്ങളുണ്ടായി. സലഫാല സലമയുടെ ചരിത്രം നമ്മളൊന്ന് നോക്കുക. ആദ്യത്തെ 40 വർഷക്കാലം എത്ര മത നേതാക്കന്മാരെ, എത്ര പ്രാവശ്യം അമ്മാനെ കുറിച്ചും മുൻ റസൂലുള്ളാഹിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്? ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. സ്വന്തം വ്യക്തിത്വമാണ് തെളിയിച്ച് കാണിച്ചത്. കുഞ്ഞിന്റെ പുറത്ത് കയറിയും ചോദിച്ചു, ഞാൻ മുഹമ്മദ് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പുറത്ത് ശത്രുസേന നിൽക്കുന്നവരാണ് നിങ്ങൾ മുഹമ്മദ് പറഞ്ഞാൽ വിശ്വസിക്കും. അങ്ങനെ പറയാൻ നമ്മളൊരാൾക്കുണ്ടാവും. നമ്മൾ ഗ്രൂപ്പുകൾ വിളിച്ചു കൂട്ടി. ഇന്ന് വിളിച്ചു കൂട്ടി ഈ ഗ്രൂപ്പിൽ ഒരു അമുസ്ലിം ഉണ്ടോ? 2 വഴിയെ നമ്മളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കലരാതെ. പിന്നെ എങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ ഇവരെയും വിളിച്ച് കത്തി, മനസ്സ് കത്തി നിന്ന് വൈരാഗ്യവും വാശിയും കത്തി നിൽക്കുന്ന സമയം ഇവരെയൊക്കെ വിളിച്ചു കൂട്ടി സമാധാന ചർച്ച നടത്തി എന്താ കാര്യം? സമാധാന കാലത്ത് ആവോളം വേർത്താൽ, വളരെ പ്രസിദ്ധമായ, ആരെ പറഞ്ഞിട്ടില്ല, വളരെ പ്രസിദ്ധമായ ഒരു സെയിമാണ്. സമാധാന കാലത്ത് ആവോളം വേർത്താൽ വിപ്ലവ സമയത്ത് രക്തച്ചൊരിച്ചിൽ കുറയ്ക്കാൻ. സമാധാന കാലത്ത് നമ്മൾ കംഫർട്ടബിളാണ്, നമ്മളാരും പുറത്തോട്ട് ഇറങ്ങുന്നില്ല.
ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റില് ഇന്ന് കിടക്കുന്നതിൽ നല്ലൊരു ശതമാനം അമുസ്ലിങ്ങളാണ്. ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ നല്ലൊരു ശതമാനമല്ല, കൂടുതലും അമുസ്ലിം കുട്ടികളാണ് ഇരിക്കുന്നത്, പ്രായമായ ആൾക്കാരാണ്. ഇവിടെ ഒരു സെന്റ് തെരേസസിൽ എല്ലാ വർഷവും സൈക്കോളജിയുടെ ഒരു 1 year കോഴ്സ് നടക്കും. അവർ ഞങ്ങളുടെ അവിടെ വരാറുണ്ട്. 30 എല്ലാം പ്രൊഫസേഴ്സും നിങ്ങളെപ്പോലെ ഉള്ള പ്രായമല്ല, ഒരു 30, 40, 50 അവിടെയൊക്കെയുള്ള പ്രായമുള്ള ലീഡിംഗ് പേഴ്സണാലിറ്റീസ് ആണ് 1 year സൈക്കോളജി കോഴ്സിൽ. 3 മണിക്കൂറാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത്. ശ്രദ്ധയോടെ കേട്ടത്. അവിടെ മുസ്ലിങ്ങളാണ് കൂടുതൽ. ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് എന്താണ്? ആരും അങ്ങനെ പറയാറില്ല. അദ്വൈത സിദ്ധാന്തം. ദ്വയം എന്ന് വെച്ചാൽ 2, അദ്വയം എന്ന് വെച്ചാൽ 2 അല്ല. എന്ന് വെച്ചാൽ ഈശ്വരന്റെ, ദൈവത്തിന്റെ ആത്മാവാണ് നിന്റെ. തത്വമസി. അവരത് അക്സെപ്റ്റ് ചെയ്യും. അത് ഞാൻ അവരോട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ മുസ്ലിം ബിലീഫ് അനുസരിച്ച് എന്താണ്? ആത്മാവ് ഒന്നാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവ് ഒന്നാണെങ്കിൽ ക്രിസ്ത്യൻ ഇസ്ലാമിക് ബിലീഫിൽ എന്താണ്? സൗദൃസരിതയ്ക്ക് പറയുന്നത് വളരെ വ്യക്തമായിട്ട്. അവിടെ നമുക്കൊരു സ്പേസ് കിട്ടുകയാണ് അവരുമായിട്ട് സംസാരിക്കാൻ. കളികളിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് അതിലേക്ക് അവന്റെ ഊഹിൽ നിന്നും ബ്രീത്ത് ചെയ്യും, ഊതി എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനും നിങ്ങൾ ഒന്നാം. ഹൈന്ദവന്റെ മുഖത്ത് നോക്കി, ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി പറയാം, ഞാനും നിങ്ങൾ ഒന്നാം. ദൈവത്തിന്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളുടെ നേരെ ഒച്ചയെടുത്താൽ ഞാൻ ദൈവത്തിന്റെ നേരെ ഒച്ചയെടുക്കുന്നത്. മനസ്സിലാക്കും. എന്താണെന്ന് വെച്ചാൽ സമാധാന അന്തരീക്ഷത്തിലാണ്. അവരുടെ ആൾക്കാർ അവിടെ ചികിത്സിക്കുക. പൊട്ടിപ്പഴുത്ത കാല്, ഡയബറ്റിക് അൾസർ വന്ന് നാശമായ കാലുമായിട്ട് കിടക്കുന്ന, ഡിമൻഷ്യ ബാധിച്ച് ഈ ഇടയ്ക്ക് തങ്കപ്പൻ എന്ന് പറഞ്ഞ ഒരാളെ അഡ്മിറ്റ് ചെയ്തു. ആ ഏരിയയിലെ SC/ST വിഭാഗമാണ്. ആ മനുഷ്യന്റെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഹിമോഗ്ലോബിൻ 5 ഗ്രാമുണ്ട്. പഴുത്ത കാലം. ഞാൻ വിചാരിച്ച് ആംബുട്ടേറ്റ് ചെയ്യേണ്ടി വരുമെന്ന്. ഇന്നൊക്കെ എനിക്ക് നടക്കുന്നുണ്ട്. ഒരു ആംബുട്ടേഷൻ വേണ്ടി വന്നില്ല. ഈ 6 മാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ കാറ്ററാക്ട് സർജറി ചെയ്തു. ഒരു ജോൺ ജോസഫ് എന്ന് പറയുന്ന ഒരാളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 1 month. ഡയബറ്റീസ് 40 ദിവസം പ്രായമുള്ളൂ. ഡയബറ്റീസ് വന്ന് 2 കണ്ണും പോയി, കിഡ്നി പോയി, കാലിന് ഞരമ്പ് തകർന്നു. കേരളത്തിൽ എറണാകുളത്ത് മാത്രം ഡിസി ഹോസ്പിറ്റൽ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റല്, ലൂർദ് ഹോസ്പിറ്റല്, കോലഞ്ചേരി MAJ ഹോസ്പിറ്റല്, എത്രയെണ്ണം നാട്ടിൽ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഹോസ്പിറ്റൽസ്, രാജഗിരി. 100 കണക്കിന് 1000 കണക്കിന് ഏക്കറാണ് മടങ്ങൾ അവർ വാങ്ങിച്ചിട്ടിരിക്കുന്നത്. ഒരു ജോൺ ജോസഫ് ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതിയെ ചികിത്സിക്കാൻ അവരുടെ സാധിക്കുന്നില്ല. 100% ഫ്രീ ട്രീറ്റ്മെന്റ് ആണ്, ഇൻക്ലൂഡിങ് ഇൻസുലിൻ ട്രീറ്റ്മെന്റ്. ഒരു സ്പേസ് ആണ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ആൾക്കാരെ ഫോളോ ചെയ്തല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തതുപോലെ അവർ നമ്മളെ ഫോളോ ചെയ്യും. എന്താ നിങ്ങൾ ചെയ്യുന്നത്? സക്കാത്ത്. വളരെ നിസ്സാരമായിട്ട് സക്കാത്ത് സദഖ. അതിക്കുള്ളിൽ പിന്നെ പറയാൻ പോകില്ല. അവർ പഠിച്ചോളൂ. അവർ വേണ്ടി പോയി ഇപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കിക്കോളൂ. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, നമ്മളെ കുറച്ച് പേര് നമ്മളെക്കുറിച്ച് തന്നെ പഠിച്ച് നമ്മളെ തന്നെ റിഫൈൻ ചെയ്തുകൊണ്ടിരുന്ന മതിയോ? പെർഫെക്ഷൻ ട്രാക്ക് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തമാണ്. പെർഫെക്ഷൻ ട്രാക്ക്, സമ്പൂർണത കെണി. പൂർണ്ണത കണിയോ സമ്പൂർണ്ണത കെണിയിൽ നമ്മളെല്ലാം പറ്റി എത്താൻ വയ്യാത്ത ആഗ്രഹങ്ങളെ കുറിച്ച് തീരുമാനിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും അതിയായി വ്യാകുലപ്പെടുക. വളരെ നിശ്ചിതമായി ആത്മവിമർശനം നടത്തുക. പരാജയ നീതി. 4 കാര്യങ്ങളാണ് പെർഫെക്ഷൻ ട്രാക്ക് എന്ന് പറയുന്നത്. പറ്റി നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എത്തിപ്പിടിക്കുക, സ്വയം വിമർശിക്കുക, വളരെ ചെറിയ കാര്യങ്ങളെ പോലും പ്രബോധീകരിക്കുക, ഒന്നിലും ഏർപ്പെടാതിരിക്കുക. നമ്മൾ കാണിച്ചു നോക്കുക. MBBS ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലം 82 പാസ്സാകുന്ന സമയം വെറും 600 സീറ്റായിരുന്നു കേരളത്തിലുള്ളത്. അതായത് 10,000 സീറ്റ്. എത്ര സീറ്റുണ്ടെന്ന് എനിക്കാൻ അറിയത്തില്ല. ഒരൊറ്റ MBBS കിട്ടാനില്ല. അറിയാം. ഈ കൺസെപ്റ്റ് ഞാൻ കൺസെപ്റ്റിന്റെ 65 ദിവസം ഞാൻ തന്നെ MBBS ഹൗസ് ഹോൾഡിന്റെയും ഹോസ്പിറ്റലിന്റെയും എല്ലാവരുടെയും വലിയ ആശുപത്രി. ഒരൊറ്റ ആളെ എവിടെ പോകുന്നവരൊക്കെ, എഞ്ചിനീയേഴ്സ്, ബിടെക്, എവിടെ പോകുന്നവരൊക്കെ എന്ത് ചെയ്യുന്നു? പേടി, ഭയം, ഏറ്റെടുക്കാൻ വയ്യ. കുടുംബം, പാപ്പയമ്മയെ ഇങ്ങനെ സംരക്ഷിച്ച് അച്ഛനും അമ്മയും എല്ലാം പാമ്പർ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഒന്നും ഏറ്റെടുക്കാൻ വയ്യ. നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. വീണും ഓടി കഷ്ടപ്പെട്ടുമാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. നമ്മൾ മാറണം. പെർഫെക്ഷൻ ട്രാക്കിലാണ് പെട്ടിരിക്കുന്നത്. ഇനി നമ്മളൊരു ചോദ്യം ചോദിക്കാം. ഈ പെർഫെക്ഷൻ ട്രാക്കിൽ പെട്ടത് അതിന്റെ കാരണം ഞാനെന്ന വ്യക്തിയും എൻ്റെ കുടുംബവുമാണ്. ഈ പെർഫെക്ഷൻ ട്രാക്കിൽ പെട്ട് ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കാരണം ഭയം,
ഫെയിലിയർ, പരാജയപ്പെടും, എത്തിപ്പെടാത്ത കാര്യങ്ങൾ, ആത്മവിമർശനം, ചെറിയ കാര്യങ്ങളെ പർവ്വതീകരിക്കുക, ഇങ്ങനെ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെന്ന് അടിമകളായി മാറിക്കൊണ്ടിരിക്കുക. മദ്യം, മയക്കുമരുന്ന്, മാനസിക രോഗങ്ങൾ. 20ാമത്തെ വയസ്സിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്കിസോഫ്രീനിയ, ബൈപോളർ ഇൽനസ്. 2000 വരെ ഞാനിത് കണ്ടിട്ടില്ല. ഇന്ന് 25 വയസ്സ്, 26 വയസ്സ് കല്യാണം കഴിക്കാത്ത കുട്ടികളുടെ ഡയബറ്റീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്ക് നമ്മൾ എവിടെയൊക്കെ നിൽക്കുന്നു. നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് ഡൈവേഴ്സ് റേറ്റ്, കല്യാണം കഴിക്കുന്നില്ല, കഴിച്ചാൽ ഡൈവേഴ്സ് റേറ്റ്, കുഞ്ഞുങ്ങൾ വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നതിന്റെ കാരണം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മാതാപിതാക്കളാണോ, കുടുംബമാണോ, അതോ സൊസൈറ്റി, സമൂഹമാണോ കാരണക്കാരൻ? നിങ്ങൾക്ക് പറയാൻ സാധിക്കും. വ്യക്തിയും കുടുംബവും ഇത്രയും പെർസെൻറ്റേജ് റെസ്പോൺസിബിൾ, സമൂഹം ഇത്രയും പെർസെൻറ്റേജ് റെസ്പോൺസിബിൾ. ആർക്കെങ്കിലും പറയാൻ എത്ര പെർസെൻറ്റേജ് വെച്ചു? വ്യക്തിക്കും കുടുംബത്തിനും 10% 90% സൊസൈറ്റി, കൾച്ചർ, സംസ്കാരം. ഞാൻ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ സമൂഹത്തിന്റെ സംസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, 24 മണിക്കൂറിൽ എത്ര നേരം നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ പേരക്കിടാനായിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്? 90% കുഞ്ഞുങ്ങൾ ചെലവഴിക്കുന്നത് പുറത്താണ്, കൂട്ടുകാരെയാണ് കാണുന്നത്. അമേരിക്കയിലെ ഒരു മേജർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനത്തിൽ കണ്ടെത്തിയത്, നിങ്ങളുടെ മക്കള് ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ പോയാൽ അവരുടെ പെർഫോമൻസ് നിശ്ചയിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെയോ കോളേജിൻ്റെയോ ശക്തിയല്ല, അവരുടെ റൂംമേറ്റ്സ് ആണ്. ആശ്ചര്യപ്പെടുത്തുന്ന പഠനമാണത്. അവരാരുടെ കൂടെയാണോ റൂംമേറ്റായി മാറുന്നത്, അവൻ്റെ ഇൻഫ്ലുവൻസ് ആയി സൊസൈറ്റി. അവൻ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ വെച്ചാൽ നിങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. 1950-ല് 55-കളില് UK-ല് സ്ത്രീകൾക്കുണ്ടാകുന്ന മോർണിംഗ് സിക്നസ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം സ്ത്രീകൾക്കുണ്ടാകുന്ന ഛർദ്ദിൽ, നോസിയ, വോമിറ്റിംഗ്, മോർണിംഗ് സിക്നസ് എന്ന് പറയുന്ന അസുഖത്തിന് താലിഡോമൈഡ് എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അത് കഴിക്കുമ്പോൾ മോർണിംഗ് സിക്നസ് മാറും. ഈ മരുന്ന് അമേരിക്കയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമം നടക്കുക. അവിടുത്തെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ വേണം ഇത് അപ്രൂവ് ചെയ്യാനായിട്ട്. അന്ന് ഇവർ ഈ പേപ്പർ സബ്മിറ്റ് ചെയ്ത സമയത്ത്, അപ്രൂവൽ സബ്മിറ്റ് ചെയ്ത സമയം അതിൻ്റെ ചീഫ് മാറി. ഒരു ഫാർമസിയിലെ PhD ഒക്കെ ഉള്ള ഒരു സ്ത്രീ, ഫ്രാൻസിസ് കെല്ലി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അതിൻ്റെ ചീഫായിട്ട് ഡയറക്ടറായിട്ട് വരുന്നത്. അവരിതിനെ വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് എന്തുമൊക്കെ അപാകതകൾ തോന്നി. അവർ പറഞ്ഞ് വരട്ടെ, കൂടുതൽ ഇൻഫർമേഷൻ കൊണ്ടുവരും, എന്നിട്ട് അപ്പമല്ലാണ്. ഇവർ സമ്മതിച്ചില്ല. ഏതോ ഒരു ഫേമസ് കമ്പനി, ഞാൻ പേര് വന്നു, താലിഡോമൈഡ് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചറിയാത്ത കമ്പനിയുടെയാണ്. എന്നിട്ട് കൂടുതൽ ഇത് കൊണ്ടുവരാൻ പറഞ്ഞു. അവരെ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട് ഇവർ പരമാവധി ശ്രമിച്ചു, നടന്നില്ല. 2 വർഷം പിടിച്ചു വെച്ചു. 2 വർഷം ആയപ്പോഴത്തേക്ക് താലിഡോമൈഡ് UK-യിൽ കഴിച്ചിട്ട് കൈകാലുകളില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കാൻ തുടങ്ങി. നിങ്ങൾ കണ്ടു കാണും, സീലിനെ പോലെ, സീലെന്ന് പറയുന്ന ജീവിയെ കണ്ടു കാണുന്നു, അതുപോലത്തെ കൈയും കാലുമുള്ള കുഞ്ഞുങ്ങളെ താലിഡോമൈഡ് കഴിച്ചിട്ട് ജനിക്കാൻ തുടങ്ങി. അമേരിക്കയിലെ അപ്രൂവൽ കൊടുത്തില്ല. ഈ സ്ത്രീ അവിടുത്തെ ഏറ്റവും ഉന്നത മെഡലുകളും അവാർഡുകളും കിട്ടി. അവരുടെ പേര് ഇപ്പോഴും അവിടെ സംസാരിക്കുന്നതാണ്. കാരണം അവരൊറ്റ സ്ത്രീ കാരണമാണ് അമേരിക്കയിലെ സ്ത്രീകൾക്ക് അതുകൊണ്ട് മക്കളിൽ ഉണ്ടാകാതിരുന്നത്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, 90% ഈ സമൂഹം ആണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. 1919 അമേരിക്കയിലെ എല്ലാ മേജർ ടൗണുകളിലും സിറ്റികളിലും പരസ്യപ്പലകകൾ തോന്നി. ഈ പരസ്യപ്പലകൾ സ്ത്രീകൾ ഇങ്ങനെ ആകാശത്തേക്ക് ചാടി സിഗരറ്റും വലിച്ചു നിൽക്കുക. അതിൻ്റെ ക്യാപ്ഷൻ, സ്ത്രീകളെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇത് സ്ത്രീകൾക്കൊണ്ടാണെങ്കിൽ പുരുഷന്മാരെ പോലെ പുറവഹിക്കണം. എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ മക്കളുടെയും വരും തലമുറകളുടെയും മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിക്കുന്നത് 90% നമ്മളല്ല, നമ്മുടെ പുറമേയുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്ന സന്ദേശം, നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക. ഡീപ് സീക്ക് എന്ന ഒരൊറ്റ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ $600 ബില്യൺ എൻവിഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മാത്രം നഷ്ടമായത്. നമ്മൾ സമ്പാദിച്ചിരുന്നത് ഒരു രാത്രി പോലും വേണ്ട നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടാൻ. നിങ്ങൾ ആലോചിക്കുക, ഒരു സമൂഹം എന്ന നിലയ്ക്ക് നിങ്ങളെക്കാൾ പ്രാധാന്യം 90% സമൂഹത്തിനാണ്. കുടുംബം എന്നതിനേക്കാൾ പ്രാധാന്യം സമൂഹത്തിനാണ്. അതിലേക്ക് നിങ്ങൾ ഇറങ്ങി വരണം. അല്ലാതെ 35 കപ്പിളിനെ വിളിച്ച് അവരുടെ ക്ലാസ് എടുത്തത് കൊണ്ടോ വലിയ പാതിരിമാരെയും നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും വിളിച്ച് ക്ലാസ് എടുത്തുകൊണ്ടോ ഒരിടത്തും എത്താൻ പോകില്ല. കോമൺ ടാർഗറ്റ്
കോമൺ വിഷൻ ആൻഡ് മിഷൻ. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന മുസ്ലിം ഹിന്ദു സഹോദരന്മാരോടും ക്രിസ്ത്യാനികളോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹൈന്ദവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അദ്വൈത സിദ്ധാന്തമാണ്. അവർ ഞാൻ ചോദിക്കുന്നത്, ഹൈന്ദവ വിശ്വാസത്തിലേക്ക് അടിസ്ഥാന പ്രമാണം എന്താണെന്ന് ചോദിക്കുന്നത്? സമർപ്പണം, ദൈവത്തിന് സമർപ്പിക്കുക. അടുത്ത ചോദ്യം ചോദിക്കുന്നത് സമർപ്പണത്തിന്റെ അറബിക് വാക്ക് എന്താണ്? 1000 പേരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരാൾ മാത്രമേ ഉത്തരം പറഞ്ഞുള്ളൂ, ഇസ്ലാം. സർപ്രൈസ് ആണ്, മുസ്ലിംസ് സർപ്രൈസ് ആണ്. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമർപ്പണമാണെന്ന് നടക്കുകയാണ്. ഗുജറാത്തിൽ പറഞ്ഞിരിക്കുന്ന കാലത്ത് സമർപ്പിക്കുക. അവിടെ നമ്മളൊരു അവരുമായിട്ടൊരു ഇൻട്രോഡ് ഉണ്ടാക്കണം. അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. ഞാനും നിങ്ങളും ഒന്നാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, നിങ്ങളും സമർപ്പണമാണ്, ഞാനും സമർപ്പണമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതമല്ല, സമർപ്പണത്തിന്റെ അറബിക് വാക്ക് മാത്രമാണ്. സമർപ്പിച്ചവനാണ് മുസ്ലിം. അവർ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അങ്ങനത്തെ ഒരു മീറ്റിംഗ്, ഒരു വിപ്ലവം, വെട്ടിക്കൊല നടക്കുന്ന സമയം നിങ്ങൾ എന്നിട്ട് ഹിന്ദുക്കളോട് ക്രിസ്ത്യാനികളോട് പറഞ്ഞ അടി കിട്ടിയത് എപ്പോൾ അടി കിട്ടിയെന്ന് ചോദിച്ചാൽ, സമാധാന കാലത്ത് ഇറങ്ങിച്ചെല്ലുക, സമാധാന കാലത്ത് ആവോളം വേർക്കുക. നിങ്ങളുടെ ഈ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി വരിക. ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരട്ടെ. ഫാസ്റ്റിംഗ് ആണ്. ഫാസ്റ്റിംഗിലേക്ക് വരുന്നതിന് മുമ്പ് ഫാസ്റ്റിംഗ് എൻ്റെ പ്രധാന വിഷയത്തിൽ ഞാനിങ്ങനെ സൂചിപ്പിച്ചു പോകാം. എന്തുമാത്രം ഫലവത്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന 3 മണിക്കൂറാണ്. ഇപ്പം എനിക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 1 മണിക്കൂർ അല്ലേ. നിർത്തുന്നതിന് ഈ 15 മിനിറ്റ് പറയണം കേട്ടോ. സ്റ്റോപ്പ്. 15 മിനിറ്റ് എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. സോ എൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നിങ്ങളാണ്, ഞാനാണ്. ഞാനെന്ന വ്യക്തിയാണ്. ഞാനെന്ന വ്യക്തി ചേരുന്നതാണ് കുടുംബം, ഞാനെന്ന വ്യക്തി ചേരുന്നതാണ് സമൂഹം, ഞാനെന്ന വ്യക്തി ചേരുന്നതാണ് രാഷ്ട്രം. 2ആയിട്ടാണ് ഞാനതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. ഇന്റേണൽ എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിൽക്കുന്ന വ്യക്തി, ആന്തരിക അന്തരീക്ഷം. എൻ്റെ ആന്തരിക അന്തരീക്ഷം ഇത്രയേ ഉള്ളൂ. ബാക്കി എനിക്ക് ചുറ്റുമുള്ളതെല്ലാം പ്രപഞ്ചമാണ്, എക്സ്റ്റേണൽ എൻവയൺമെന്റ് ആണ്. ഞാൻ ഈ പ്രപഞ്ചവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതാണ് എൻ്റെ ജീവിതം. ഞാനും ഈ പ്രപഞ്ചവും തമ്മിലുള്ള സംവാദിക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. അപ്പോൾ ഞാനെന്ന വ്യക്തി ഇന്റേണൽ എൻവയൺമെന്റിനെ കുറിച്ച് അറിയാതെ, ബാഹ്യ എൻവയൺമെന്റ് അന്തരീക്ഷത്തെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന കാര്യം, നോമ്പ് പിടിക്കുക, ഫാസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇഫക്റ്റുകളിൽ ഒന്ന് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന മാരക രോഗം കുറയും. ശ്രദ്ധിച്ച് കേൾക്കുക, മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന മാരക രോഗം നിങ്ങൾ ഫാസ്റ്റ് ചെയ്താൽ കുറയും. ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ എന്ന് പറയുന്ന എല്ലാ രോഗത്തിൻ്റെയും, ക്യാൻസർ ഉൾപ്പെടെയുള്ള ഡിപ്രഷൻ, ആൻസൈറ്റി, ഡിമൻഷ്യ, ഏത് രോഗമാണെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണമായ മെറ്റബോളിക് സിൻഡ്രോം, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്താൽ കുറയും. ഫാസ്റ്റ് ചെയ്യുമ്പോഴും അതെല്ലാം കുറഞ്ഞില്ലാതെ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഈ മെറ്റബോളിക് സിൻഡ്രോമിനെയും ക്രോണിക് ഇൻഫ്ലമേറ്ററി, ക്രോണിക് എന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന, മാസങ്ങളും വർഷങ്ങളും നീണ്ടു നിൽക്കുന്ന രോഗത്തിനെയാണ് ക്രോണിക്, അല്ലെ അവസ്ഥയാണ് ക്രോണിക് എന്ന് പറയുന്നത്. മെറ്റബോളിക് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ പഴുക്കുക, തീരത്തി പഴുക്കുക, ശരീരം മൊത്തത്തിൽ പഴുപ്പാണ്, കത്തുകയാണ് ശരീരം, തലച്ചോറ്, ഹൃദയം, കിഡ്നി എല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് ക്രോണിക് ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് പറയുന്നത്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സെല്ല് പറഞ്ഞു, സെല്ല് ചേരുന്നതാണ് ടിഷ്യൂ ചേരുന്നതാണ് അവയവങ്ങൾ ചേരുന്നതാണ് ജീവി, ഓർഗാനിസം. എന്നാൽ സെല്ലിന് താഴെ അല്ലെങ്കിൽ സെല്ല് ഉൾപ്പെടെ അതിനുള്ളിൽ നടക്കുന്ന രാസപ്രക്രിയകളെ പറയുന്നതാണ് മെറ്റബോളിസം. അപ്പോൾ അതൊരു മെറ്റബോളിസം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഷുഗർ 120 നിൽക്കണം, സോഡിയം 130 നിൽക്കണം, ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. ഡോപ്പമിൻ ഉണ്ട്, സീറോട്ടോൺ, മുഴുവൻ കെമിക്കൽസാണ്. ഇതന്ന് കൃത്യമായി അതിനൊക്കെ റേഞ്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോണിക് മെറ്റബോളിക് സിൻഡ്രോമിന് സംഭവിക്കുന്ന എന്താ? ഇതെല്ലാം മനുഷ്യൻ മാറ്റി മറിച്ച് നശിപ്പിച്ച് അടി മുടി കൊളവാക്കി തലകീഴാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഒരു റമദാൻ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് എന്നുള്ളതില്ല. ഈ ക്രോണിക് മെറ്റബോളിക് സിൻഡ്രോമും ഈ പറയുന്ന
ക്രോണിക് ഇൻഫ്ലമേറ്ററി സിൻഡ്രോമും ഫാസ്റ്റ് ചെയ്താൽ ഇംപ്രൂവ് ചെയ്യുന്ന പ്രധാന കാരണം നമ്മുടെ കുടലിലെ അതുവരെയുള്ള ചീത്ത ജീവജാലങ്ങൾ, ഇൻറ്റസ്റ്റൈനൽ മൈക്രോബയോം, കുടലിലെ മൈക്രോബയോം ജീവജാലങ്ങളെ മാറ്റി നല്ലതിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഫാസ്റ്റിങ്ങിന് സാധിക്കും. പക്ഷെ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നറിയാമോ? ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് നാരങ്ങയോട് നല്ല പഞ്ചസാരയിട്ട് അല്ലെങ്കിൽ ഒരു പെപ്സി കുടിച്ചാൽ ആ ഉണ്ടായ ബാക്ടീരിയ എല്ലാം അതോടെ ചത്ത് കിട്ടും. 30 ദിവസവും നമ്മളിന്ന് ചെയ്യുന്ന എന്താ? നോമ്പ് പിടിച്ചിട്ട് നല്ല പഞ്ചസാര ഇട്ടിട്ട് ഐസ്ക്രീം, ഫലൂദ, പിന്നെ എന്താ കസ്റ്റാർഡ് പൗഡർ, പഞ്ചസാര ഇങ്ങനെ കോരിയിട്ട്, പിന്നെ ആഹാരം ഒരു നിയന്ത്രണമില്ല. 6 മണിക്ക് നോമ്പ് തുറന്നാൽ 4 മണി വരെ അല്ലെങ്കിൽ 7 തൊട്ട് 4 വരെ ആഹാരത്തിൻ്റെ ഉത്സവമാണ്, ആഹാരോത്സവമായിരിക്കും. 4 പ്രധാനപ്പെട്ട ആഹാരങ്ങൾ ഇന്ന് കർശനമായി നിരോധിക്കാൻ റിസർച്ച് പറയുന്നതാണ്. ഈ റിസർച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര, ശർക്കര പോയിസണാണ്. നിങ്ങളുടെ ശരീരത്തിലെ ഇൻറ്റസ്റ്റൈനൽ മൈക്രോബയോംസ് നശിപ്പിക്കും. നിങ്ങളുടെ മെറ്റബോളിസം ആസിഡ് ലെവലിലേക്ക് പോകും. മെറ്റബോളിസം ആൽക്കലൈനിൽ നിൽക്കണം. ന്യൂട്രൽ അല്ലെങ്കിൽ ആൽക്കലൈൻ സൈഡിലേക്ക് നമ്മുടെ ശരീരം നിന്നാൽ മാത്രമേ ക്യാൻസർ പോലെയുള്ളത് വളരാതിരിക്കുകയുള്ളൂ. ഈ പഞ്ചസാര, ശർക്കരയാണ് ഒരു സാധനത്തിൻ്റെ ഏറ്റവും വലിയ ആഹാരം. ഇതിൻ്റെ അറിയാമോ? ക്യാൻസർ. നിങ്ങൾ 16 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കും, നിങ്ങളുടെ ശരീരത്തിൽ വളർന്നു വരുന്ന ക്യാൻസർ ആദ്യം ചത്തുപോകും. എന്ന് വെച്ചാൽ അതിൻ്റെ ഹൈപ്പർ മെറ്റബോളിക് സ്റ്റേറ്റാണ്. ഭയങ്കരമായ ധ്യാനങ്ങളാണ് മെറ്റബോളിസം. എങ്ങനെ പഞ്ചസാര കിട്ടിക്കൊണ്ടിരിക്കണം. ഈ പഞ്ചസാര കഴിച്ച് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഉണ്ടാക്കി മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകുന്നത് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. നേരത്തെ വിചാരിച്ചിരുന്നത് ക്യാൻസർ ഉണ്ടാകുന്നത് കെമിക്കൽ റേഡിയേഷൻ, വൈറസുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം. പക്ഷെ ഇന്ന് പറയുന്നത് ക്യാൻസർ ഇസ് എ മെറ്റബോളിക് ഡിസോർഡർ. ഷുഗർ, പ്രഷർ പോലെ ക്യാൻസർ ഒരു മെറ്റബോളിക് ഡിസോർഡറാണ്. സോ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തിരികെ വരട്ടെ. ഇന്റേണൽ എൻവയൺമെന്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയൺമെന്റ്. ഇന്റേണൽ എൻവയൺമെന്റ് എന്ന് പറയുന്ന വ്യക്തി, ഞാൻ, നമ്മൾ, ഒരു ഇൻഡിവിജ്വലിന് 3 ഘടകങ്ങളാണ്. ഒന്ന് ആത്മാവ്, മനസ്സ്, ശരീരം. ഈ 3നെ കുറിച്ച് വ്യക്തമായി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിലെ ആത്മാവിനെ എടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ ആത്മാവാണ് നമ്മുടെ ആത്മാവ്. അപ്പം സൂറത്തുൽ ശംസ് ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها ونفس وما سواها. നഫ്സ്, ആത്മാവ്, സവാഹ, അതിനെ പ്രൊപ്പോർഷനേറ്റ് ചെയ്തിരിക്കുക. ഈ സവാഹ എന്നുള്ള വാക്ക് സൂറത്തുൽ ആയയിൽ വരുന്നുണ്ട്. ഖലഖ വസവ്വ ഖദ്ദറ ഫഹദ. വെറുതെ ഉണ്ടാക്കി വിട്ടിരിക്കുകയല്ല. വളരെ വ്യക്തമായ പ്രൊപ്പോർഷനുണ്ട്. ഷുഗറിൻ്റെ ലെവൽ, സോഡിയത്തിൻ്റെ ലെവൽ, കൈയുടെ, കാലിൻ്റെ, കണ്ണിൻ്റെ അവ തമ്മിലുള്ള പ്രൊപ്പോർഷൻ. കൈ ഇത്രയല്ല, കൈയും കാലും ഇതിനൊക്കെ പ്രൊപ്പോർഷനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ശരീരത്തിനെ കുറിച്ചാണ് സൂറത്തുൽ ആയ ഖലഖ വസവ്വ. സൂറത്തുൽ ശംസിൽ വ്യക്തമായി പറയുന്നുണ്ട് വനഫ്സിൻ വമാ സവ്വാഹ. ആത്മാവിനെ പ്രൊപ്പോർഷനായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. BBC നടത്തിയ ഒരു പഠനമുണ്ട്, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ. വെറും 6 മാസമായ കുഞ്ഞുങ്ങളെ നിരത്തി കിടത്തിയിട്ട് അവരുടെ നെഞ്ചെടുപ്പ്, മുഖത്തെ ഭാവഭേദങ്ങൾ, ശ്വാസോച്ഛ്വാസം, കൈകാലുകളുടെ അനക്കം, ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖത്തിൻ്റെ ഭാവഭേദങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ മുമ്പിൽ ഒരു വലിയ മോണിറ്റർ ഉണ്ട്. ഈ മോണിറ്റർ ഇങ്ങനെ തെളിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരുന്നു. ഒരു മല, പർവ്വതത്തിൻ്റെ എല്ലാം കാർട്ടൂണാണ്. ഈ പർവ്വതത്തിൻ്റെ അടിയിൽ ഒരു കാർട്ടൂൺ ഫിഗർ നമുക്കുണ്ട്. അതിങ്ങനെ ഒരു കല്ല് തള്ളിക്കയറ്റുക. ഒറ്റയ്ക്ക് കല്ലിങ്ങനെ തള്ളിക്കയറ്റുന്നതിനിടയ്ക്ക് കല്ല് തള്ളിക്കയറ്റുകയാണ്. അപ്പോൾ സൂര്യൻ കടുക്കുന്നുണ്ട്, ഇയാൾ വേർക്കുന്ന പരവശനാണ്. ഒരാൾ വന്ന് അടുത്തൊരു കാർട്ടൂൺ ഫിഗർ വന്ന് സഹായിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വേറൊരാൾ 3, 4, 5. അപ്പോൾ ഇയാൾക്ക് സന്തോഷമായി, ഹാപ്പിയായി. ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ തള്ളിക്കയറ്റുക. ഈ കുഞ്ഞുങ്ങളുടെ നമുക്ക് ചിരി വന്നു. ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ കൈയും കാലും കടിക്കാൻ തുടങ്ങി. അവരുടെ റെസ്പിറേഷൻ, ശ്വാസോച്ഛ്വാസം ഇമ്പ്രൂവ് ചെയ്തു. അവരുടെ നെഞ്ചെടുപ്പ് കുറഞ്ഞു. ഭയങ്കര ഹാപ്പിനെസ്. ഏറ്റവും മേളിലെത്താറായപ്പോഴേ മേളിൽ നിന്ന് ഒരാളൊന്ന് താഴോട്ട് തള്ളാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ താഴെയുള്ളവർ ഓരോരുത്തരായിട്ട് മാറാൻ തുടങ്ങി. ഈ മനുഷ്യൻ പരിക്ഷീണനായി താഴോട്ട് കല്ലുമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഈ കുഞ്ഞുങ്ങളുടെ നോക്കുമ്പോൾ തന്നെ ചിരി പോയി. കൈകാലുകളുടെ അനക്കം നിന്നും സ്റ്റില്ലായി. ശ്വാസോച്ഛ്വാസം കൂടി, നെഞ്ചെടുപ്പ് കൂടി.
നോക്കിക്കോണേ, 6 മാസമുള്ള കുഞ്ഞ് പർവ്വതം കണ്ടിട്ടില്ല, മനുഷ്യരെ കണ്ടിട്ടില്ല, സൂര്യനെ കണ്ടിട്ടില്ല, മോണിറ്റർ എന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഇൻസ്പയർ ചെയ്തിരിക്കുകയാണ്. ഫുജൂറഹ തെറ്റ്, തക്വാഹ ശരി, തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തിരിക്കുകയാണ്. ഈ കുഞ്ഞ് 3 വയസ്സ് പ്രായമാകുമ്പം പോകുന്ന പ്രീ സ്കൂളുണ്ട്. ഈ പ്രീ സ്കൂളിൽ ആദ്യത്തെ ദിവസം അരങ്ങേറുന്നൊരു കളിയുണ്ട്. എന്താണെന്നറിയാമോ? ഒരു 10 കസേര ഇടും, 12 പിള്ളേരെ ചുറ്റും നിർത്തിക്കും, എന്നിട്ട് അതിന് ചുറ്റും ഓടിക്കും, ഓരോ കസേരയാക്കി മാറ്റും. അവസാനം 2 പേരാവും ആ കസേരയ്ക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ആ കസേര പിടിച്ചെടുക്കണം. ഒരു 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിന്റെ മനസ്സിലേക്ക് നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്ന എന്താ? അവിടെ അള്ള കാണിച്ചു കൊടുത്തത് സഹായിക്കാനാണ്. തള്ളിക്കേക്ക്, എല്ലാവരെയും സഹായിക്കും, കോപ്പറേഷൻ, സൊസൈറ്റി, ഒരുമിച്ച്. ആ ആക്ടിന്റെ മേളിൽ കൂടെ മനുഷ്യന് കൊടുക്കുന്ന ഇൻഫ്ലുവൻസ് എന്താ? എങ്ങനെയെങ്കിലും മത്സരിച്ച് കസേര പിടിച്ചെടുത്തോ, അവിടെ തുടങ്ങുന്നു. പരാജയം, കറപ്ഷൻ, എവിടെ ചെന്നാലും പിടിച്ചു വാങ്ങുക, ഒന്നിനും വിട്ടുകൊടുക്കരുത്. അത് നമ്മുടെ സൊസൈറ്റി മാറണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളുടെ തെറ്റും ശരി തിരിച്ചറിയണം. ഞാൻ പറഞ്ഞ നഫ്സിനെ കുറിച്ചാണ്. നഫ്സിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സക്ക എന്നുള്ള വാക്ക്, സക്ക നമ്മളെ ചുറ്റും കാണണം, നമ്മൾ കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. അല്ലാതെ നമ്മൾ 35 കപ്പിളിനെ വിളിച്ചിട്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ഈ 35 കപ്പിളിനെ വിളിച്ച് ഞങ്ങൾ ട്രസ്റ്റിലേക്ക് വരും, ഞാൻ കാണിച്ചു കൊടുക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. അവരെ സ്ഥിരമായിട്ട് നമ്മുടെ ആൾക്കാരെ മാറ്റില്ല. എന്നുവെച്ചാൽ എനിക്കറിയാം ഞങ്ങളെ ഫോളോ ചെയ്യുന്ന എത്ര ആൾക്കാർ, എത്ര ചെറുപ്പക്കാരുണ്ടെന്ന്. അവർക്കറിയാം അവരുടെ മനസ്സിലാ തീയ കത്തുന്നുണ്ട്. ആ നന്മയുടെ തീയെ കത്തിക്കണം, തിന്മയുടെ തീയെ ഇല്ലാതെയാക്കണം. അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ഏറ്റവും വലിയൊരു അടിസ്ഥാന തത്വമാണ് പ്യൂരിഫിക്കേഷൻ. സക്കാമെന്നതാക്കുന്നത്. അപ്പം നഫ്സിനെ കുറിച്ച് നിർത്തുകയാണ്. ഇമോഷൻസ്, മൈൻഡ്. 3 സെക്ഷനാണ്: സോൾ, മൈൻഡ് ആൻഡ് ബോഡി. അതിൽ മൈൻഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചില്ല. നമ്മുടെ ധാരണ തലച്ചോറിലാണെന്നാണ്. എന്നാൽ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതെന്ന് അറിയാമോ? തലച്ചോറിന്റെ ഡബിൾ ഇരട്ടി ന്യൂറോൺസ് കുടലിലും ആമാശയത്തിലും ഉണ്ട്. അതിന് സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. തലച്ചോറിലുള്ള ന്യൂറോൺസ്, തലച്ചോറിന്റെ സെല്ലിലെ ന്യൂറോൺ എന്ന് വിളിക്കുന്നത്. ആ ന്യൂറോണിന്റെ 2 ഇരട്ടിയാണ് കുടലിലുള്ളത്. സുഖത്തിന്റെ ഹോർമോൺ, സുഖം ഹോർമോൺ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് തലച്ചോറിലാണ്. പക്ഷെ സന്തോഷത്തിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുടലിലാണ്. 95% സെറോട്ടോണിൻ. എല്ലാം കെമിക്കലാണ്. നമ്മൾ ഏതെങ്കിലും വീട്ടിൽ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ആക്സിഡന്റ് ഉണ്ടായി, ധനമില്ല, ഇതൊക്കെയാണ് നമ്മുടെ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നത്. അല്ല, ഇതൊക്കെ മനുഷ്യൻ ഓവർകം ചെയ്യും. അതിനുള്ള കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡിപ്രഷൻ, ആൻസൈറ്റി ഉണ്ടാകുന്നത് ഞാൻ വിശദമായി പറഞ്ഞുതരാം. സ്വന്തം കേൾക്കുക. ഡിപ്രഷൻ, ആൻസൈറ്റി എല്ലാവരും പറയും സാഹചര്യം. ഒരു സാഹചര്യമില്ല. നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ജീവിത രീതി. ഇമോഷൻസ്, പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പലതരത്തിലെ ഇമോഷൻസ് ഉണ്ട് അല്ലേ? വൈരാഗ്യം, പക, വിദ്വേഷം, സ്നേഹം, കാമ, ക്രോധം, നവരസങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. അസൂയ, പകയൊക്കെ നമുക്ക് ആവശ്യമാണ്. അസൂയ തോന്നണം, ഒരാൾ നന്നാവണം, നമുക്ക് അതുപോലെ നന്നാവണം. പക്ഷെ അത് നശിച്ച് കാണുമെന്ന് പോകുമ്പോഴാണ് ക്രോധിക്കുന്നത്. അത് മോശമാണ് അല്ലേ? ബ്ലഡ് ഷുഗർ വേണം. ബ്ലഡ് ഷുഗർ താഴെ പോയാൽ നമ്മൾ തലകറങ്ങി വീഴും. പക്ഷെ ബ്ലഡ് ഷുഗർ കൂടിയാലും അസുഖമാണ്. അത് കീപ്പ് ചെയ്യണം. എല്ലാ ലെവലിലും പക തോന്നിക്കണം. നമ്മൾ ഉപദ്രവിക്കുന്നതോട് നമുക്ക് പക തോന്നണ്ടേ? അപ്പൊ അവനെ കാണുമ്പോൾ മാറിപ്പോകണം. കാരണം അവരുടെ പക തീർക്കാൻ പോകുകയല്ല വേണ്ടത്. അടിസ്ഥാന ഇമോഷൻസ് ആണ് ഇതെല്ലാം. സുഖം, സന്തോഷം. അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റഡി നടന്നിരിക്കുന്നത് സുഖം, സന്തോഷം എന്ന് പറയുന്ന വികാരങ്ങളെ കുറിച്ചാണ്. എല്ലാ വികാരങ്ങളെ കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കോഗ്നിഷൻ എന്നാണ് പറയുന്നത്. കോഗ്നിഷൻ. റെക്കഗ്നിഷൻ എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ കോഗ്നിഷൻ ആരും ശ്രദ്ധിക്കാറില്ല. ഒരു കാര്യത്തെ ആദ്യമായി കാണുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ കോഗ്നിഷൻ എന്ന് പറയുന്നത്. രണ്ടാമതിനെ കാണുമ്പോഴാണ് അതിൻ്റെ റെക്കഗ്നിഷൻ. അപ്പോൾ കോഗ്നിഷൻ എന്ന വാക്ക് നിങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കണം. അപ്പോൾ ഇമോഷൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. അതിന് ഉദാഹരണം മാത്രമേ ഞാനിവിടെ പറയുന്നത്. ബാക്കി എല്ലാ ഇമോഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. സംശയം തോന്നുന്നുണ്ടായിരുന്നു. ഒരാൾ സ്ഥിരം എന്നെ ഫോളോ ചെയ്യുന്നു,
സംശയം തോന്നുന്നു, ഇവൻ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നു. പക്ഷെ നമ്മൾ വഴിയെ പോകുമ്പോൾ എന്നും കാണുന്ന ഒരാളെ കണ്ടിട്ട് അവൻ എന്തിനാ എൻ്റെ പുറകെ വരുന്നത്? അത് സംശയ രോഗമായി മാറും. അതിന് ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്, പാരനോയ എന്നൊക്കെ പറയും. ഒരാൾ ചുമ്മാ തമാശ തുടങ്ങും. തമാശ പറയുമ്പോൾ അവരെ കളിയാക്കിയാലേ തമാശയ്ക്ക് രസം വരുള്ളൂ. പക്ഷെ എനിക്കിട്ട് പാര വെക്കുക എന്ന് വിചാരിക്കേണ്ടതാണ് ഒരു തമാശ പറയുന്ന സംശയ രോഗം, പാരനോയ എന്ന് പറയുന്ന രോഗമായി മാറുന്നത്. സംശയം എന്ന് പറയുന്ന ഇമോഷൻ വേണം, പക്ഷെ അതിനെ നിയന്ത്രിക്കാതെ മനസ്സിലാക്കാതെ ആൾക്കാരായിട്ട് അതിനൊരു പത്തോളജിക്ക് അല്ലെങ്കിൽ രോഗാകരമാകുമ്പോഴാണ് അതിനെ പാരനോയ എന്ന് പറയുന്ന രോഗമായി മാറുന്നത്. സുഖത്തെയും സന്തോഷത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സുഖം എന്ന് പറയുന്ന ഹോർമോൺ, അല്ല, സുഖം എന്ന് പറയുന്ന വികാരം ടെമ്പററിയാണ്, നൈമിഷികമാണ്. സന്തോഷം സസ്റ്റൈൻഡ് ആണ്, ഒരുപാട് നാൾ നിലനിൽക്കും. സുഖത്തിന് എപ്പോഴും ഒരു സബ്സ്റ്റൻസ് വേണം. അല്ലെങ്കിൽ നമ്മൾ പുറമെ വേണം ചായ കെട്ടി കഴിക്കാൻ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് കേൾക്കണം, സിനിമ കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും അവയവവുമായി ബന്ധപ്പെട്ട് സെക്സ് ഓർഗൻ, അവയവവുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള അവയവവുമായി ബന്ധപ്പെട്ടതാണ് സുഖം. സബ്സ്റ്റൻസും വേണം. സന്തോഷത്തിനൊന്നുമില്ല, നോ സബ്സ്റ്റൻസ്. ഇറ്റ്സ് എ ഡിവൈൻ, ദൈവികമാണ്. ദൈവികമാണ്. കാരണം എന്താ? സുഖം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആളാണ്. ഞാനൊറ്റയ്ക്ക് രണ്ടുപേരും എടുത്തിരുന്ന സന്തോഷം അങ്ങനെയില്ല. ഇറ്റ്സ് എ ഗ്രൂപ്പ്, സൊസൈറ്റി, എല്ലാവരും ഒരുമിച്ച്. അതാണ് ആ കുഞ്ഞുങ്ങളുടെ 6 മാസമുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കാണിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സന്തോഷം. കുഞ്ഞുങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല, പക്ഷെ അവരുടെ മനസ്സിൽ സന്തോഷമാണ് വന്നത്. ആ ഡിവൈൻ എനർജി. സുഖം എന്നത് വികാരം അല്ലെങ്കിൽ ഇത് ഉണ്ടാകുന്നത്, നമ്മുടെ ഇതിലുണ്ടാകുന്നത് ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോണാണ്, തലച്ചോറ്. സന്തോഷം സെറോട്ടോണിനാണ്. ഒരു പരീക്ഷണത്തില് ഈ എലികളുടെ മൂക്കില് 15 മിനിറ്റ് മുമ്പ് പറയുന്നുണ്ട്, മറക്കുന്നു, നിർത്താൻ 15 ഓ ആരോഗ്യം അല്ലെങ്കിൽ 1 മിനിറ്റ്. പക്ഷേ ഈ എന്താ പറയുന്നത്, ബേസിക്സ് മനസ്സിലാകാതെ കുറഞ്ഞ ഫാസ്റ്റ് അതിൽ ക്രോണിക് മെറ്റബോളിക് സിൻഡ്രോമും ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു അതിലേക്ക് വരാം. അപ്പൊ സുഖം എന്ന് പറയുന്നത് ഈ ഇമോഷൻസ് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയാൻ പോകുന്ന മെഡിക്കൽ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ അറിയണം, എനിക്കൊരു സാധനത്തിനോട് ആവശ്യം തോന്നുമ്പോൾ അത് സുഖമാണോ സന്തോഷമാണോ. സുഖമാണെങ്കിൽ നോ പറഞ്ഞേക്കണം. അതിനായിട്ടാണ് ഇത് പറയുന്നത്. സോ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ അവയർനെസ് കിട്ടിയാൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈസ് അവയർനെസ്, നെക്സ്റ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടിവേഷൻ വേണം, അല്ലേ? ഞാനിത് ചെയ്താൽ എനിക്ക് ഗുണമുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് സയന്റിഫിക് റിസർച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം സുഖം, ഈ എലിയുടെ മൂക്കിൽ ഇലക്ട്രോഡ് വെച്ചിട്ട് ഈ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നേരെ കണക്ട് ചെയ്ത് കൊടുക്കും. എലി മൂക്കുകൊണ്ടാണ് മുട്ടിക്കുന്നത്. പാമ്പ് നാക്ക് നീട്ടിയിട്ടാണ് ചുറ്റുവട്ടമുള്ള ടെമ്പറേച്ചറും മണവും ഒക്കെ പിടിച്ചെടുക്കുന്നത്. അപ്പം ഈ മൂക്കിൽ ഇലക്ട്രോഡ് വെച്ചിട്ട് എലിയെ തുറന്നു കൊടുക്കും. എലി എന്ന് എവിടെ മുട്ടിച്ചപ്പോൾ ഉണ്ട് ഡോപ്പമിൻ കിക്ക് കിട്ടി. ഈ നല്ല പഞ്ചസാര അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്സ് ഓർഗൻ അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടുമ്പോൾ ആ ഡോപ്പമിൻ കിക്ക് കിട്ടി. പുള്ളിക്കാരൻ്റെ കിക്ക് വീട് കൊള്ളാമല്ലോ, പിന്നേക്കും മുട്ടിച്ചു. 1 മിനിറ്റിലെ ഒരു 40 പ്രാവശ്യം മുട്ടിക്കുന്ന എലി 600 പ്രാവശ്യം മുട്ടിച്ചെന്നാണ് പറയുന്നത്. അഡിക്ഷൻ, ദിസ് ലീഡ്സ് ടു അഡിക്ഷൻ. അഡിക്ഷന്റെ നമ്പർ 1 കാരണം ഡോപ്പമിനാണ്. സോ പഞ്ചസാര നിങ്ങൾ അഡിക്ഷൻ ഉണ്ടാക്കുന്നു. MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് 50 യൂണിറ്റ് ഡോപ്പമിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പഞ്ചസാര 150 യൂണിറ്റ് ഉണ്ടാക്കുന്നത്. ആലോചിച്ച് നോക്കി, ഏറ്റവും അഡിക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഇന്നിപ്പോൾ നമ്മൾ കഴിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ചായയിൽ പഞ്ചസാര ഉണ്ട്, അതിൽ പഞ്ചസാര ഉണ്ട്, ഇതിൽ പഞ്ചസാര. ഓക്കെ, അപ്പം ഇമോഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. കം ടു ദ ബോഡി. ഓക്കെ, നൗ വി ആർ കമ്മിങ് ടു ദി ബോഡി പാർട്ട് ആൻഡ് ദ മെയിൻ ഫിസിക്കൽ ഇഷ്യൂസ്. മെറ്റബോളിക് സിൻഡ്രോം, ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് എന്താ സംഭവിക്കുന്നത്? അല്ലാത്ത സമയം എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു, ആ സാധനങ്ങൾ ചായയും 2 കടിയും കഴിച്ചു. അത് ഉള്ളിലോട്ട് ചെന്നപ്പോൾ രക്തത്തിൽ ഷുഗർ കൂടാൻ തുടങ്ങി. ഷുഗർ കൂടുമ്പോൾ ശരീരം ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഷുഗർ രക്തത്തിൽ കൂടുമ്പോൾ ശരീരം ഇൻസുലിൻ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഇൻസുലിൻ ഷുഗറിനെ പിടിച്ച് താഴോട്ട് പോകും. 140 മേളിലോട്ട് പോകാൻ അനുവദിക്കത്തില്ല. അപ്പം നിങ്ങൾ പെപ്സി കുടിച്ചാൽ അതിനനുസരിച്ച് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാകണം, അല്ലേ? ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, തവിടുള്ള ചോറ് കഴിക്കുന്ന മാതിരിയല്ല പഞ്ചസാര കഴിക്കുന്നത്. ഇൻസുലിൻ സെർച്ച് ഉണ്ട്, ഇൻസുലിൻ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ 140 എത്തുന്നതിന് മുമ്പ് ഇതിനെ പിടിച്ച് താഴെപ്പെടാൻ പറ്റും. അപ്പം ആഹാരം കഴിച്ചു,
ഇൻസുലിനും ഷുഗറും കൂടി 2 മണിക്കൂർ കഴിയുമ്പോൾ ഇൻസുലിൻ ഷുഗറും താഴോട്ട് വരണം. ഇൻസുലിൻ താഴത്തെ ലെവലിൽ എത്തണം. ഷുഗർ താഴത്തെ ലെവലിൽ പോകുമ്പോൾ ഒരു 3, 4, 5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിശക്കും. അപ്പോൾ നമ്മൾ പിന്നെ ആഹാരം കഴിക്കുമ്പോൾ ഇത് ഇങ്ങനെ പോകും. ഇതിങ്ങനെ രണ്ടുപേരും മറ്റേ നമ്മുടെ ഈ ഇത് പോകുന്ന മാതിരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ചെയ്യുന്നത് എന്താ? രാവിലെ 6 മണിക്ക് കഴിച്ചു, ചായ പഞ്ചസാരയൊക്കെ ഇട്ട് 2 റസ്കൊക്കെ കഴിച്ചു, ഇൻസുലിൻ ഷുഗർ കൂടി. ഒരു 8 മണിയാകുമ്പോൾ ഇഡ്ഡലി ദോശ കഴിച്ചു. ഈ താഴോട്ട് വരാൻ പറ്റുന്ന ഇൻസുലിൻ ഷുഗർ മേളിലോട്ട് പോകും. താഴോട്ട് വരാൻ സമ്മതിക്കുന്നില്ല. 10:30 ഒരു സമൂസയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായയും കാപ്പിയൊക്കെ പിന്നെയും കുടിക്കും. 1 മണിക്ക് ചോറ്, 4 മണിക്ക് കടി, 8 മണിയാകുമ്പോൾ പിന്നെ ആഹാരം. ചുരുക്കി പറഞ്ഞാൽ ഇൻസുലിൻ താഴോട്ട് വരുന്നില്ല. ഷുഗർ താഴോട്ട് വരുമ്പോഴത്തേക്ക് അടുത്തെല്ലാം വന്നു. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ നമുക്ക് ആഹാരം കിട്ടിയില്ല, അല്ലെങ്കിൽ 2 മണിക്കൂർ. ഇങ്ങനെ ഇൻസുലിൻ എപ്പോഴും ഹൈപ്പർ ഇൻസുലിൻ ലെവൽ കൂടി നിൽക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ കാര്യമായി പറയാം. ഇൻസുലിൻ ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ ആഹാരം കിട്ടിയില്ലെന്ന് പറ്റും. ഈ ഇൻസുലിൻ ഷുഗറിനെ ഇടിച്ച് താഴോട്ട് പോകും. ഷുഗർ താഴോട്ട് പോകും, ഇൻസുലിൻ താഴോട്ട് പോകത്തില്ല. കാരണം എന്താ? ഓൾറെഡി അവിടെ റെഗുലേറ്റഡ് ആണ്. അടുത്ത ലോഡ് ഇപ്പോൾ വരും. അപ്പോൾ ഇൻസുലിൻ താഴോട്ട് പോകത്തില്ല. ഈ ഷുഗർ താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ലോ ഷുഗർ വരുമ്പോൾ നെഞ്ചെടുപ്പ് കൂടും, വെപ്രാളമായി, കൈവറയ്ക്ക്, ഗിഡിനെസ്സായി. ആ സമയത്തായിരിക്കും ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലൊരു വഴക്കുണ്ടായത്, അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായത്. അതിൻ്റെ ടെൻഷനാണ്. പാനിക് അറ്റാക്സ് എന്നാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിത രീതി നമുക്ക് തരുന്ന പാനിക് എന്ന് പറഞ്ഞറിയാമോ? വെപ്രാളപ്പെടും, പാനിക് അറ്റാക്ക്. ഇത് സ്ഥിരമാകുമ്പോൾ സൈക്യാട്രിസ്റ്റിനെ പോയി കാണും. സൈക്യാട്രിസ്റ്റ് ഒരു 3 മരുന്നുണ്ട്. അങ്ങനെ മാനസിക രോഗിയായി മാറും. ഇതാണ് സംഭവിക്കുന്നത്. മെയിൻ മെറ്റബോളിക് സിൻഡ്രോം. ഈ മെറ്റബോളിക് സിൻഡ്രോമാണ് നമ്മളെ രോഗികളായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. അടുത്തത് ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ. നേരത്തെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോംസിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ഈ പഞ്ചസാര അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ 4 എണ്ണമാണ്. നിങ്ങൾ അത്ഭുതപ്പെടുത്താൻ പോവുകയാണ്. ആൻഡ് യു വിൽ ബി ഓൾവേസ് സർപ്രൈസ്ഡ്. ഈ 4 പേര് കേൾക്കുമ്പോൾ പഞ്ചസാര അറിയാവുന്നതാണ്. പഞ്ചസാരയും ശർക്കരയും രോഗമില്ലാത്തവരും കഴിക്കാൻ പാടില്ല. കാരണം ഡയബറ്റീസ് ഉള്ളവരായിട്ട് ഷുഗർ ഒഴിവാക്കുന്നത്. അവരുടെ ധാരണ ഡയബറ്റീസ് വരുന്ന ഷുഗർ ഉണ്ടെന്നാണ്. ഈ ഡയബറ്റീസ് ഇല്ലാത്തവരുടെ ധാരണ ഷുഗർ കഴിക്കാമെന്നാണ്. മറ്റേയാൾക്ക് ഡയബറ്റീസ് കിട്ടിയെങ്കിൽ നിങ്ങൾ ഷുഗർ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്യാൻസറാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രഷർ, അല്ലെങ്കിൽ മാനസിക രോഗം. അതാണ് ഇപ്പോഴേ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഷുഗർ ഷുഡ് ബി ബാൻ ചെയ്യുക. $multi-billion ബിസിനസ് ഒരിക്കലും ബാൻ ചെയ്യാൻ പറ്റില്ല. നമ്മളായിട്ട് ഒഴിവാക്കാം. പഞ്ചസാര. രണ്ടാമത്തത് പാലാണ്. ചായക്കപ്പാൽ എല്ലാവരും കുറിച്ച് പാല് കഴിക്കരുത്. അതിൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, പശുവിൻ്റെ ഗ്രോത്ത് ഹോർമോൺ ഉണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്, നമുക്ക് ഗുണമില്ലാത്ത ലാക്ടോസ് ഇൻടോളറൻസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ പാലിൽ നിന്നുള്ള ഫെർമെൻറ്റ് ചെയ്തെല്ലാം കഴിക്കാം. പശുനെയ്യ്, തൈര്, ചീസ്, ബട്ടർ എല്ലാം കഴിക്കുക. എല്ലാം കഴിച്ചോളൂ. നിങ്ങൾ ഹാർട്ട് അറ്റാക്കിനൊന്നും മേടിക്കേണ്ട, അത് കഴിച്ചോളൂ. അതിനകത്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫെർമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുടലിൽ വളരേണ്ട നല്ല ബാക്ടീരിയ അതിൽ വളരും. നമ്മളത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ടീരിയ ഇമ്പ്രൂവ് ചെയ്യും. ഇത് കഴിക്കാൻ നമ്മൾ പാലും പഞ്ചസാരയും അതിൻ്റെ കൂടെ ഗോതമ്പ് ഏറ്റവും മാരകമായ സാധനമായിട്ടൊന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നതാണ്. അത് ഞാൻ ചോദിച്ചത്, 60-65 വയസ്സായ നിങ്ങൾ പലപ്പോഴും ഡോക്ടർമാരെടുത്ത് പോയിട്ടുണ്ടോ? എത്ര പേര് ഗോതമ്പ് കഴിക്കരുതെന്ന് കർശനമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഗോതമ്പേ അല്ല. പഴയ ഗോതമ്പിനും നെല്ലിനൊക്കെ ഇത്രയും പൊക്കമായിരുന്നു. ഇന്ന് അതിനെ ക്രോസ് ബ്രീഡ് ചെയ്ത് ജനറ്റിക് മോഡിഫൈ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഗോതമ്പൊക്കെ വളരെ ചെറുതാണ്. അതിലെ ഗ്ലൂട്ടിൻ, അതിൻ്റെ കൂടെ ഈസ്റ്റ് ഇട്ട ഗോതമ്പ് മോസ്റ്റ് ഡേഞ്ചറസ്. ഈസ്റ്റ് ഇടുമ്പോൾ അതിൽ ഫെർമെൻറ്റേഷൻ വന്നിട്ട് അതിലെ പ്രോട്ടീൻസ്, ഗ്ലൂട്ടിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഫെർമെൻറ്റ് ചെയ്തിട്ട് ഒരുപാട് മനുഷ്യന് അലർജി ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമ്മുടെ കുടലിലേക്ക് പോകും. ഇത് കുടലിൽ ചെന്നിട്ട് നമ്മുടെ ഈ ബാക്ടീരിയ എല്ലാം കൊന്ന് ബാക്ടീരിയ നമുക്ക് പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ പെറ്റുവരും. രോഗം എതിർക്കുന്നത് പ്രോബയോട്ടിക്. നമുക്ക് ആവശ്യമുള്ള ജീവജാലങ്ങളെ പറയുന്നത് പ്രോബയോട്ടിക് എന്നാണ്. പ്രോബയോട്ടിക് ചത്തുപോകും. ഈ ചത്ത പ്രോബയോട്ടിക്സ് ഈ നമ്മൾ കഴിക്കുന്ന അലർജി ഉണ്ടാക്കുന്ന പാല്, പഞ്ചസാര, ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മുടെ കുടലിൻ്റെ ലൈനിങ് ഉണ്ട്, എപ്പിത്തീലിയം, ഇതിനെ നശിപ്പിക്കും. ഇതിനെ നശിപ്പിക്കുമ്പോൾ ഈ ബാക്ടീരിയൽ പ്രൊഡക്ട്സ്, ചത്ത ബാക്ടീരിയയുടെ ആൻറ്റിജൻസ്, കണകങ്ങൾ ഉള്ളിലേക്ക് കയറി രക്തത്തിൽ കൂടി ശരീരത്തിൽ എല്ലായിടത്തും എത്തും. ആമവാദം ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. ആമവാദത്തിൻ്റെ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എത്രയോ മനുഷ്യരാണ് ആമവാദം കൊണ്ട് കഷ്ടപ്പെടുന്നത്. ക്യാൻസർ കണ്ടുപിടിക്കാനും പോകുന്ന കാരണം ഇത് തന്നെയാണ്. ഈ ആൻറ്റിജൻസ് ശരീരത്തിൻ്റെ ഒരാളുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നതെങ്കിൽ വേറൊരാളുടെ ജോയിൻറ്റിനെ, വേറൊരാളുടെ ഹാർട്ടിനെ എന്ന് പറയുന്ന ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ. നിങ്ങൾ പോയി ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ്
രക്തക്കുഴൽ അടയുന്നത് വരെ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡറിന്റെ പാർട്ടാണെന്ന് തെളിയിക്കപ്പെട്ടിട്ട് കാലങ്ങളായി. പക്ഷെ ആ ലെവലിൽ റിസർച്ച് നടക്കാത്തതിന്റെ കാരണം അവിടെ മരുന്നല്ല ആവശ്യം, ജീവിതശൈലി മാറ്റുക. എന്നാൽ അവിടെ മരുന്നാണെങ്കിലോ $1 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽസ് ഇപ്പോഴേ പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചതിന് ഈ ശരിയായ റിസർച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്താ, ശരിയായ റിസർച്ചിന് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ് 2019 പറഞ്ഞത് ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ വന്നത് ഒരു 10-30 കൊല്ലമായി ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ റെഗുലറായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ ഒരാൾ തന്നെയാണ്. പുതിയ മരുന്നുകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ എന്താണെന്ന് ഇന്നുവരെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നില്ല. ആദ്യമായിട്ടാണ് മനുഷ്യൻ എന്താണെന്ന് ഒരു കണ്ടുപിടുത്തം അതിൽ വരുന്നത്. 15 പേജുകളിലാണ് അത് ചർച്ച ചെയ്യുന്നത്. സാധാരണ മരുന്നുകളെ കുറിച്ച്, ക്യാൻസറിനെ കുറിച്ച് 2, 3, 4 പേജുകളിലൊന്നും ചർച്ച പോകാറില്ല. 15 പേജുകളിലാണ് ഈ കണ്ടുപിടുത്തത്തിന്റെ ചർച്ച. ഇത് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, മെറ്റബോളിസം, രാസപ്രക്രിയകളില്, സെല്ലുകൾ ചേരുന്ന ടിഷ്യൂ ലെവൽ, ടിഷ്യൂസ് ചേരുന്ന അവയവം, ഈ ജീവിയെ മൊത്തത്തിൽ ഈ മാറ്റം, ഈ പറയുന്ന കണ്ടുപിടുത്തം എങ്ങനെയാണ് നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നത്, അതിലുണ്ടാക്കുന്ന നന്മയുടെ ചേഞ്ചുകളാണ്. നിങ്ങൾ ആകാംക്ഷയോടെ കേൾക്കാനിരിക്കുകയാണ്. ഞാൻ പറയാം, മനുഷ്യൻ 16 മുതൽ 18 മണിക്കൂർ വരെ ഒരു ദിവസം ആഹാരം കഴിക്കേണ്ട ആവശ്യമില്ല. ഫാസ്റ്റിംഗ് അല്ല, ദാറ്റ് ഇസ് എ നോർമൽ. ബ്ലഡ് ഷുഗറിന്റെ ലെവൽ ഇന്നും കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ല. ബ്ലഡ് പ്രഷറിന്റെ റിസൾട്ട് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല. 120/80 ഇന്നും ഡോക്ടർമാർ അത് ഫോഴ്സ് ചെയ്യുന്നില്ല. 120/80 ആണെന്ന് 2009 അടിവരയിട്ട് പറഞ്ഞതാണ്. ഇന്നും എത്ര പേരുടെ പ്രഷർ 60, 65, 80 പേർ, 80 വയസ്സുള്ളവരുടെ പ്രഷർ 120/80 കൊണ്ടുവരാൻ ഡോക്ടേഴ്സ് മെനക്കെടുന്നുണ്ട്. ഒന്ന് ലാക്ക് ഓഫ് അവയർനെസ്, 2 ഭയം. 80 വയസ്സുകാരുടെ പ്രഷർ താഴോട്ട് കൊണ്ട് ഇയാളെങ്ങാനും മറിഞ്ഞു വീണാലുമുള്ള ഭയം. മരുന്നിന്റെ എണ്ണം കൂടും. 5 മരുന്ന് വരെ കോമ്പിനേഷനിൽ കൊടുത്താലേ പ്രഷർ 120/80 കിട്ടുള്ളൂ. പല ഡോക്ടേഴ്സും അതിനുള്ള ധൈര്യമില്ല. 2, 3 മരുന്ന് കഴിയുമ്പോൾ നിർത്തും. ആ കുഴപ്പമില്ലാത്തതെന്ന് പറയും. അപ്പം പ്രഷറിന്റെ നിയമം അറിയില്ല, ഷുഗറിന്റെ ലെവൽ അറിയത്തില്ല, ലെവലുകളൊക്കെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മനുഷ്യൻ ആഹാരം കഴിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. 16 മുതൽ 18 മണിക്കൂർ വരെ ആഹാരം കഴിക്കാതിരുന്നാൽ ഒരു രോഗവും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. അടിവരയിട്ട് കണ്ടുപിടിച്ച കാര്യമാണ്. അപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ചോദ്യം, റമദാൻ മാസത്തിൽ 4 മണിക്ക് വെളുപ്പിട്ട് കഴിച്ചാൽ വൈകിട്ട് 6 മണിക്ക് നോമ്പ് തുറന്നാൽ വെറും 14 മണിക്കൂറേ ഉള്ളൂ. 7 മണിക്കാണെങ്കിൽ വെറും 15 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ റമദാനിലെ ഫാസ്റ്റിംഗ് കുറവാണ് ശരിക്കും പറയാം. പക്ഷെ അവിടെ വ്യത്യാസം വേറെയാണ്. നോർമലി 16 മണിക്കൂർ നിങ്ങൾ ആഹാരം കഴിക്കണ്ട. പക്ഷേ റിസർച്ച് പറയാത്തത് ഇത് ഏത് സമയമാണെന്നോ, അവിടെയാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ഈ 16 മണിക്കൂർ എപ്പോഴാണ്? രാവിലെ റമദാൻ പോലെ രാവിലെ 4 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണോ? അല്ല, സാധിക്കുകയല്ല. നമുക്കറിയാമോ, റമദാനായി കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ചെയ്താൽ കിടപ്പായി പോകും. അപ്പൊ പിന്നെ ഏതാണ് സമയം? 5 മുതൽ 5 PM to 9 AM നല്ലൊരു സാധ്യതയുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ശാസ്ത്രീയ അടിസ്ഥാനത്തോടുകൂടി ഞാനത് സംസാരിക്കുന്നത്. നമ്മുടെ കോർട്ടിസോൾ ലെവല്, കോർട്ടിസോളാണ് ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ശരീരത്തിൽ കോർട്ടിസോളും അഡ്രിനാലിനും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോർട്ടിസോൾ, അഡ്രിനാലിനാണ് എനിക്ക് വേണ്ട ഊർജം, ഷുഗർ തരുന്നത്, എനിക്ക് വേണ്ട എൻ്റെ പ്രഷർ നിലനിർത്തുന്നത് കോർട്ടിസോൾ, അഡ്രിനാലിനാണ്. ഒരു നോർമൽ വ്യക്തിയുടെ ശരീരത്തിൽ വെളുപ്പിന് 3 മണിക്കാണ് കോർട്ടിസോൾ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. എന്നുവെച്ചാൽ 3 മണിക്ക് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. ഈ 3 മണിയുടെ പ്രത്യേകത എന്താ? ഹൈന്ദവ വിശ്വാസപ്രകാരം ബ്രാഹ്മ മുഹൂർത്തവും ഇസ്ലാമിക വിശ്വാസപ്രകാരം തറച്ചു. ആ സമയത്ത് ആ ഡിവൈൻ കണക്ഷൻ ഉണ്ടാക്കുക, തറച്ചു എന്ന് തുടങ്ങാം. 6 മണിയാകുമ്പോഴാണ് കോർട്ടിസോൾ കൂടി 8 മണിയാകുമ്പോൾ മാക്സിമത്തിലെത്തി 12 മണിക്ക് താഴെ വരും. 5 മണിക്ക് ഇത് താഴെ പോകും. 5 മണിക്ക് മനുഷ്യൻ റിട്ടയർ ചെയ്യണം. ആ ദിവസം കഴിഞ്ഞു എന്ന് അംഗീകരിക്കണം. പണ്ടങ്ങനെയായിരുന്നു അല്ലേ? എല്ലാവരും 5 മണിയാകുമ്പോൾ വീട്ടിലായി വായന, അല്ലെങ്കിൽ 8 മണി ഓട്ടമായി. ഇന്നും 5 മണിക്ക് രണ്ടാമത്തെ ജീവിതം തുടങ്ങുകയാണ്. 5 മണിക്ക് ഇത് താഴെ വന്നു കഴിയുമ്പോൾ, കോർട്ടിസോൾ ലെവൽ താഴെ വരുമ്പോൾ 5 മണിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറൊരു ഹോർമോൺ ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന പൈനിയൽ ഗ്ലാൻഡ്. ഈ ഹോർമോൺ മെലറ്റോണിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കോർട്ടിസോൾ പോകുമ്പോൾ നമ്മുടെ എല്ലാം ഡൗൺ ആയി. അത് നാച്ചുറൽ ഉള്ള ആപ്പ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. കോർട്ടിസോൾ താഴെ വരുമ്പോൾ നാച്ചുറലി നമ്മൾ ഡൗൺ ആയി. മെലറ്റോണിൻ പ്രൊഡക്ഷൻ തുടങ്ങി. മെലറ്റോണിൻ പ്രൊഡക്ഷൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് ഇരുട്ടാൻ തുടങ്ങി അല്ലേ? ഇപ്പം നേരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇതിൻ്റെ ലൈറ്റ് കുറഞ്ഞു തുടങ്ങി. കുറച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഇരുട്ടി തുടങ്ങുമ്പോൾ
മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറഞ്ഞു. കോർട്ടിസോൾ കുറയുകയും മെലറ്റോണിൻ കൂടുകയും ചെയ്യുമ്പോൾ 7:30 മണിയാകുമ്പോൾ ഉറക്കം വരും. മനുഷ്യന് 8 മുതൽ 5 മണി വരെ ഉറങ്ങാനാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ മെഡിക്കൽ ഭാഗമാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റിംഗ് വേറെ ഇത് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആഹാരം കഴിച്ചാൽ വീട്ടിലുള്ള ആൾക്കാർക്ക്, ഇപ്പം 5 മണിക്ക് വീട്ടിലെത്തുന്നവർ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ആഹാരം കഴിച്ചാൽ പിറ്റേന്ന് 6 മണിക്ക് 6:30 കഴിച്ചാൽ 16 മണിക്കൂറായി. 18ലേക്ക് പോകണ്ട. 6-6:30 ആഹാരം കഴിക്കാം. 9 മണിക്ക് രണ്ടാമത്തെ ആഹാരം, 2 മണിക്ക് മൂന്നാമത്തെ ആഹാരം. 3 ആഹാരം കഴിക്കാം. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറും. വെയിറ്റ് കുറയും. ഇൻഡസ്ട്രിയൽ മെറ്റബോളിസം, മൈക്രോബയോംസ് കൂടും. ഈ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡർ എല്ലാം മാറും. ഒഴിവാക്കേണ്ട 4 സാധനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആഹാരത്തിൽ ഈ 4 സാധനങ്ങൾ കർശനമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. പഞ്ചസാര, ശർക്കര, പാല്, ഗോതമ്പിന്റെ ഒരു സാധനം കഴിക്കരുത്. വെജിറ്റബിൾ ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഗീ, പശു നെയ്യ് ഒക്കെ ഉപയോഗിക്കാം ആവശ്യാനുസരണം. അതൊന്നും ഡാമേജിങ് എല്ലാം തെളിയിച്ചു. പഴയ പരുത്തി കൃഷിക്കാരാണ് ഇതൊക്കെ മനുഷ്യന് മാരകമാണെന്ന് $60 മില്യൺ കൊടുത്ത് ഡോക്ടേഴ്സിനെ കൊണ്ട് പറയിച്ചത്. അപ്പോൾ ഒന്നുമല്ല, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു. ആഹാരത്തിൻ്റെ കൂടുതൽ വിവരിക്കാൻ സമയമില്ല. പക്ഷേ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ചിക്കനോ ഫിഷോ മട്ടണോ പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക. കാർബോഹൈഡ്രേറ്റ് ആണ് ഏറ്റവും ലോ കാർബോഹൈഡ്രേറ്റ്, ഹൈ ഫാറ്റ്, അഡിക്വറ്റ് പ്രോട്ടീൻ എന്ന് ഇപ്പോൾ പറയുന്നത്. നേരത്തെ പറഞ്ഞത് ഹൈ കാർബോഹൈഡ്രേറ്റ്, ലോ ഫാറ്റ്. നേരെ മറിഞ്ഞത് നമുക്ക് ശാസ്ത്രം മാറി. നമുക്ക് ഹൈ കാർബോഹൈഡ്രേറ്റ്, ലോ ഫാറ്റ് എന്ന് പറഞ്ഞത് നേരെ മാറി. ലോ കാർബോഹൈഡ്രേറ്റ്, ഹൈ ഫാറ്റ്, മോഡറേറ്റ് പ്രോട്ടീൻ, അഡിക്വറ്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. എൻ്റെ അവസാനത്തെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു, ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ദ ലാസ്റ്റ് സബ്ജക്ട് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഉറക്കം. ഉറക്കം 4 പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. ഒരു രാത്രി നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ തലച്ചോറിലടിയുന്ന ബീറ്റ അമൈലോയിഡ് അല്ലെങ്കിൽ ബീറ്റ ഫൈബ്രിൽസ് എന്ന് പറയുന്ന അഴുക്ക് നിങ്ങൾ പിറ്റേന്നല്ല എത്ര ദിവസം ഉറങ്ങിയാലും പോകുകയില്ല. ശരീരത്തിൽ നിന്ന് അത് പോകാൻ ലിംഫാറ്റിക്സ്, തലച്ചോറിൽ നിന്ന് അഴുക്കിനെ കൊണ്ടുപോകുന്ന സിസ്റ്റത്തിനെ പറയുന്നതാണ് ലിംഫാറ്റിക്സ്. ലിംഫാറ്റിക്സ് എന്ന് പറയുന്ന ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ, തലച്ചോറിലാണ് ലിംഫാറ്റിക്സ് എന്ന് പറയുന്നത്. അത് വലതുവശം ചെരിഞ്ഞ് തല അല്പം പൊക്കി വെച്ച് വേണം കിടക്കാൻ. എന്നാലേ അഴുക്കുകൾ മുഴുവൻ പോകുള്ളൂ. മിനിമം 8 to 9 hours. ഇന്ന് ഉറക്കം ഏറ്റവും മാരകമായ രോഗമാണ് എപ്പിഡമിക് ഇൻസോംനിയ എന്ന് പറയുന്നത്. പാൻഡമിക്, പാൻഡമിക്കിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരേ സമയം വരുന്ന രോഗത്തിനാണ് പാൻഡമിക് എന്ന് പറയുന്നത്. ഇൻസോംനിയ. ഏറ്റവും വലിയ രോഗം എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ പാൻഡമിക് ഇൻസോംനിയ, ഉറക്കമില്ലായ്മ. അപ്പൊ ഈ ഉറക്കമില്ലായ്മയിൽ 4 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്. ഡിമെൻഷ്യ രോഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം കോഗ്നിറ്റീവ് ഡിക്ലൈൻ ആണ്. പ്രായമാകുമ്പോഴും കോഗ്നിഷൻ, തിരിച്ചറിവിനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കും, പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല, കഴിവ് നഷ്ടപ്പെടുന്നു. കോഗ്നിറ്റീവ് ഡിക്ലൈൻ. സോ കോഗ്നിഷൻ ആണ് ഉറക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിരി, പലതരത്തിലുള്ള ചിരിയില്ലേ? സന്തോഷത്തോടെ ചിരിയുണ്ട്, ആക്കി ചിരിക്കാം, കളിയാക്കി ചിരിക്കാം, പുച്ഛിച്ച് ചിരിക്കാം, ക്രൂരമായി ചിരിക്കാം. ഇതെങ്ങനെയാണ് മനുഷ്യന് മനസ്സിലാവുന്നത്? തമാശ ചിരിയാണോ, എന്നെ പ്രശംസിച്ചുകൊണ്ടുള്ള ചിരിയാണോ, കളിയാക്കാൻ? അത് മനസ്സിലാക്കുന്നത് ആ കോണ്ടെക്സ്റ്റ് ആണ്, അല്ലേ? കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു അബദ്ധം പറഞ്ഞു, എല്ലാവരും ചിരിക്കും, നമുക്കറിയാം നമ്മളെ കളിയാക്കിയെന്നറിയാം. നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു, എല്ലാവരും കൈയടിച്ചിരിക്കും, നമുക്കറിയാം നമ്മളെ പ്രശംസിച്ചാന്നറിയാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടിയാണ് നമ്മുടെ കോഗ്നിഷൻ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ചുറ്റും കാണുന്നവരുടെ ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷനെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ കോഗ്നിഷൻ ശരിയാണെങ്കിൽ, തിരിച്ചറിവ് ശരിയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും, അല്ലേ? ഒരാൾ സ്നേഹത്തോടെ ചിരിക്കുന്നത് തെറ്റിദ്ധരിച്ചെന്നുകൊണ്ട് നമുക്ക് ദേഷ്യം വരും. അയാൾ കളിയാക്കിയതാണ്, നമ്മുടെ മനസ്സിനെ ബാധിച്ചു, കളിയാക്കിയതാണ്, അല്ലേ? സോ കോഗ്നിഷൻ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫക്റ്റ്, ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. കോഗ്നിഷൻ ശരിയായാൽ മാത്രമേ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ശരിയാകുകയുള്ളൂ. സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കഴിഞ്ഞിട്ടാണ് അടുത്തത് വൊളീഷൻ, റിയാക്ട് ചെയ്യുക. വോളണ്ടറി വൊളീഷൻസ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതിനെയാണ്. 3 സ്റ്റെപ്പാണ്: കോഗ്നിഷൻ, എഫക്റ്റ് ആൻഡ് വൊളീഷൻ. ഈ കോഗ്നിഷനും വൊളീഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂട്ടുക. നിങ്ങൾ എന്തെങ്കിലും കാര്യം കണ്ട ഉടനെ റിയാക്ട് ചെയ്യാതിരിക്കുക. വെയിറ്റ്, കോഗ്നൈസ്, എന്താ സംഭവം, മനസ്സിനെ ബാധിക്കട്ടെ, നിങ്ങളുടെ മനസ്സിനെ ബാധിക്കട്ടെ, എടുത്ത വഴി മറുപടി പറയാതിരിക്കുക. വെയിറ്റ്, കോഗ്നൈസ്, ശ്രദ്ധിക്കുക. ഈ കോഗ്നിഷൻ ശരിയാകണമെങ്കിൽ നിങ്ങൾ 9 മണിക്കൂർ ഉറങ്ങണം.
നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ തലയിൽ കയറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നേരെ പോകുന്ന നിങ്ങളുടെ തലച്ചോറിലെ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്താണ്. ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു സ്ഥലത്താണ് ഹിപ്പോകാമ്പസ്. റാൻഡം ആക്സസിബിൾ മെമ്മറി എന്ന് പറയുന്ന USB പോലുള്ള ചെറിയ സാധനം. മെയിൻ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുക, ഫ്രോണ്ടൽ ദ ഹാർഡ് ഡിസ്ക്. രാത്രി ഉറങ്ങുമ്പോഴാണ് ഈ ഹിപ്പോകാമ്പസിൽ അന്ന് കണ്ട കാര്യങ്ങൾ, രജിസ്റ്റർ ചെയ്ത കാര്യങ്ങൾ, ശരീരം നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ, മറന്നുപോയെങ്കിൽ നമ്മൾ മെമ്മറി കിടപ്പുള്ളതൊക്കെ. അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമൻ മൈൻഡും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ കമ്പ്യൂട്ടറിൽ നമുക്കൊരു ഫയൽ വേണമെങ്കിൽ നമ്മൾ ഓർത്ത് ഫയൽ പോയി സെർച്ച് ചെയ്തെടുക്കണം അല്ലേ? എന്നാൽ ഹ്യൂമൻ മൈൻഡും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയല്ല. നമ്മുടെ മെമ്മറിയിൽ എവിടെയെങ്കിലും അത് കിടപ്പുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കുന്നില്ലെങ്കിൽ പോലും രാത്രി ഉറക്കത്തിൽ ഇന്ന് കണ്ട കാര്യവും പഴയ കാര്യങ്ങളും എല്ലാം കൂടെ, അതൊക്കെയാണ് ഈ ഡ്രീം, സ്വപ്നങ്ങളുടെ ഒക്കെ പറയാൻ ശരിയാണോ എന്ന് അറിയിച്ചിട്ടില്ല. ഇതിനെല്ലാം കൂടെ തലച്ചോറിൻ്റെ രാത്രിയാണ് ആട്ടിക്കുറുട്ടി പിറ്റേന്ന് നമ്മളൊരു തീരുമാനമായിട്ട് എണീക്കുന്നത്, അല്ലെങ്കിൽ പിറ്റേന്ന് നമ്മുടെ പുതിയ ചിന്തകൾ, പുതിയ രീതികൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ കോഗ്നീഷൻ, ഈ കോഗ്നീഷൻ ശരിയായാലേ നിങ്ങളുടെ മനസ്സ് ശരിയാവും. കോഗ്നീഷൻ ശരിയാണെങ്കിൽ മനസ്സ് മനസ്സിലാക്കുന്നത് തെറ്റിപ്പോകും. റിയാക്ഷൻ വിൽ ബി റോങ്. സോ കോഗ്നീഷൻ ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്, മെമ്മറി. ഞാനിപ്പോൾ പറഞ്ഞു, ഉറങ്ങുമ്പോഴാണ് റാൻഡം ആക്സസിബിൾ മെമ്മറിയായ ഹിപ്പോകാമ്പസിൽ നിന്നും ഇവിടെ വന്ന് എല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. മൂന്നാമത്തത് ശ്രദ്ധിച്ച് കേൾക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മൂന്നാമത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇമോഷണൽ സ്ട്രിപ്പിംഗ്. സ്ട്രിപ്പ് ചെയ്യാന്ന് വെച്ചാൽ വലിച്ചു കയറി കളയുക. ഇമോഷണൽ സ്ട്രിപ്പിംഗ്. നമ്മുടെ ദിവസം പ്രതി പലതരത്തിലെ പ്രശ്നങ്ങളിൽ പെട്ടു. വൈകാരികമായി നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട്, വികാര വിക്ഷോഭങ്ങൾ അല്ലേ? ചെറിയ കാര്യങ്ങളിൽ വളരെ സീരിയസ് ആയ കാര്യങ്ങൾ, വികാര വിക്ഷോഭങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുണ്ട്. രാത്രി ഉറങ്ങുമ്പോഴാണ് ആ സംഭവത്തിലുണ്ടായ വികാര വിക്ഷോഭങ്ങളെ ബ്രെയിൻ, തലച്ചോറ് സ്ട്രിപ്പ് ചെയ്ത് മാറ്റി അതൊരു ഓർമ്മയായി മാറുന്നു. ഉറങ്ങാത്ത ഒരാളിൽ ഓരോ പ്രാവശ്യവും സമാനമായ, വെറുതെ ചിന്തിച്ചാൽ മതി അതിനെക്കുറിച്ച്, ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, ഭയങ്കരമായ വെപ്രാളമോ വികാര വിക്ഷോഭമോ ഉണ്ടാവും. ഇതിങ്ങനെ കെട്ടിക്കിടന്നാണ് ആൻസൈറ്റി, ഡിപ്രഷൻ, വേറൊരു കാര്യം സ്കിസോഫ്രീനിയ, ബൈപോളർ ഇൽനെസ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് മെറ്റബോളിക് സിൻഡ്രോം, ഉറക്കമില്ലായ്മ നിങ്ങളെ മാനസിക രോഗികളാക്കി മാറ്റുന്നു. 3 കാര്യങ്ങൾ പറഞ്ഞു: കോഗ്നിഷൻ, മെമ്മറി, ഇമോഷണൽ സ്ട്രിപ്പിംഗ്. അവസാനത്തും ശ്രദ്ധിച്ച് കേൾക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്, ഇമോഷണൽ ഹൈപ്പർ റിയാക്ടിവിറ്റി. നമ്മുടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ദേഷ്യം വരും, അസൂയ, പക, അല്ലെങ്കിൽ പേടി ഒക്കെ ഭയമൊക്കെ ഉണ്ടാകുന്നു. ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഓരോ രീതിയിൽ റിയാക്ട് ചെയ്യും. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സുഖം തോന്നിക്കും. ആ തോന്നലല്ല 60% ഇരട്ടിയായിരിക്കും, 60% കൂടുതലായിരിക്കും ഉറങ്ങാത്ത ഒരാളിൽ. അപ്പം എന്താ സംഭവിക്കുക? നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഈ നിസ്സാര കാര്യത്തിൽ ഈ മനുഷ്യൻ ഇത്രയും ഒച്ചപ്പാട് ഭാവം ഉണ്ടാകും. അങ്ങനെ ആൾക്കാർ നമ്മളിൽ നിന്ന് അടന്നു തുടങ്ങും, ഒറ്റപ്പെടും. അവർക്ക് മനസ്സിലാകത്തില്ല എന്തിനാ എല്ലാവരും ഇങ്ങനെ ഒഴിവാക്കുന്നത്. ആൻസൈറ്റി, ഡിപ്രഷൻ, ഇമോഷണൽ സ്ട്രിപ്പിംഗ്, ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത്. ഇപ്പം ഇത്രയും കാലം, ഒരു 2-3 കൊല്ലം മുമ്പ് വരെ എന്നെപ്പോലുള്ള ഡോക്ടേഴ്സ് പറയുന്നതായിരുന്നു, നമുക്ക് പ്രമേഹത്തിനെ കുറിച്ച് കുറേയൊക്കെ അറിയാം, ഷുഗറിനെ കുറിച്ച് അറിയാം, പ്രഷറിനെ കുറിച്ച് അറിയാം, പട്ടബോധായിരിക്കുന്നുണ്ട്. മെൻ്റൽ ഇൽനെസ്സസ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഒന്നും കണ്ടുപിടിക്കാൻ ആയിട്ടില്ലായിരുന്നു. ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിക്കുന്ന ഓരോ, നിങ്ങളൊരു ഉറക്കത്തിന് നിങ്ങൾ ആരെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഉറക്കത്തിൽ ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ എന്ന് പറയുന്ന 4 വേവ്സാണ് തലച്ചോറിൽ ഉണ്ടാകുന്നത്. 4-5 സ്റ്റേജിൽ കൂടി ഉറക്കം കടന്നു പോകണം. ആദ്യത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, രണ്ടാമത്തെ റാപ്പിഡ് ഐ മൂവ്മെന്റ്. ആ ഉറക്കത്തിൽ നമ്മുടെ കണ്ണിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ്, പിന്നെ വേറൊരു 4ാമത്തെ സ്റ്റേജ്, 5ാമത്തെ. ഈ 5 സ്റ്റേജുകളിൽ കൂടി കൃത്യമായി കടന്നു പോയാൽ മാത്രമേ ഉറക്കത്തിന്റെ ഗുണം കിട്ടുള്ളൂ. ഈ 5 സ്റ്റേജിൽ വ്യത്യസ്തമായ ഇലക്ട്രോ എൻകഫലോഗ്രാഫ്, ECG എന്ന് പറയുന്നത് തലച്ചോറിന്റെ ബ്രെയിൻ വെയിൻസ് പഠിച്ചപ്പോൾ ഈ 5 സ്റ്റേജുകളിലും വ്യത്യസ്തമായ വേവ്സ് ആണ്. എന്നാലും ഉറങ്ങാനുള്ള മരുന്ന് കഴിച്ച് കിടക്കുന്ന ആളുടെ തലച്ചോറ് വേവ്സ് ഫ്ലാറ്റ് ആണ്. എന്ന് വെച്ചാൽ ആ തലച്ചോറിൽ എന്താണോ നോർമലി സംഭവിക്കുന്നില്ല. അയാളുടെ ഉറക്കം വേസ്റ്റാണ്. ഞാൻ എൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ചോദ്യോത്തരങ്ങളൊക്കെ കാണുമായിരിക്കും, ഞാൻ അതൊന്ന് നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളത്, ടേക്ക് ഹോം മെസ്സേജ് നമ്പർ 1, 16 മുതൽ 18 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുക. പഞ്ചസാര, ശർക്കര, പാല്, ഗോതമ്പ്, ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട്. തവിടുള്ള അരി, ബേസ്റ്റ്
ന്യൂട്രാസ്യൂട്ടിക്കൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. ഞാൻ കാണുന്ന പ്രശ്നങ്ങൾക്ക് സർക്കാരിന് റൈറ്റ് RTI വെച്ചിട്ട് കണ്ടമാനം RTI വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അടുത്ത കാലത്ത് ഒരു 3 കൊല്ലം മുമ്പ് ഞാൻ വെച്ചൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടാണ്. എന്തിനാണ് സർക്കാരെ നിങ്ങൾ ഈ മനുഷ്യരുടെ അരിയിൽ നിന്ന് തവിട് മാറ്റുന്നത്? കൃത്യമായ മറുപടി കിട്ടിയിട്ടില്ല. സെൻട്രൽ ഗവൺമെന്റിൻ്റെതാണെന്നോ എന്തോ ഒക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കിട്ടിയില്ല. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മരുന്നുകളാണ്, ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ മരുന്നാണ്. പക്ഷെ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത് മനുഷ്യൻ സാധാരണ കഴിക്കാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത സാധനങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ജീവജാലങ്ങൾ, ചിലപ്പോൾ ഫംഗസീനായിരിക്കാം, കെമിക്കലുകളായിരിക്കാം, അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആഹാരം 1 ഗ്രാമാണ് കഴിക്കുന്നതെങ്കിൽ അതിനൊരു 10 ഗ്രാമായിട്ട് കൊടുക്കുമ്പോൾ ചില അസുഖങ്ങൾ മാറുന്നതായിട്ട് കണ്ടുപിടിച്ചു. അതിനാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയുന്നത്. ഇന്ന് തലച്ചോറിനെ ബാധിക്കുന്ന പല രോഗങ്ങൾക്കും തവിട് എണ്ണയിൽ നിന്നും ഉണ്ടാക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കലാണ് കൊടുക്കുന്നത്. നമ്മൾ കഴിക്കേണ്ട തവിട് അതിൽ നിന്ന് മാറ്റി $multi-billion ബിസിനസ്സിനെ തവിടെണ്ണയ്ക്ക് കൊടുത്തു. ഈ തവിടെണ്ണയിൽ നിന്നും ഉണ്ടാക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ നമ്മൾ തവിട് കഴിക്കാത്തതുകൊണ്ട് നമുക്കുണ്ടായ രോഗങ്ങൾ നമ്മൾക്ക് വിറ്റുകൊണ്ടിരിക്കുകയാണ്. സമയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിലെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ബ്ലാക്ക് റോക്ക് അമേരിക്കയെ നശിപ്പിച്ച്, അമേരിക്കയുടെ ഹെൽത്ത് കെയർ നശിപ്പിച്ച ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി ആസ്ട്രോ വാങ്ങിച്ചു കഴിഞ്ഞു, കിംസ് വാങ്ങിച്ചു കഴിഞ്ഞു. 3000 കോടി 4000 കോടി അങ്ങോട്ട് പോകും. സൂക്ഷിക്കുക. ആൻജിയോപ്ലാസ്റ്റിക് ബൈപ്പാസ് മനസ്സിലാക്കി ചെയ്യും. അസ്സലാമു അലൈക്കും. സംശയങ്ങൾ അത് നമ്മൾ ന്യൂസിലും എല്ലായിടത്തും കേൾക്കുന്ന കാര്യം തന്നെയാണ്. പ്ലാസ്റ്റിക് മൈക്രോ പാർട്ടിക്കിൾസ് അത് ഏറ്റവും മാരകമാണ്. ഈ പറയുന്ന ഇത് പലതും മൾട്ടിഫാക്ടോറിയലും യൂണിഫാക്ടോറിയലാണ്. ഇപ്പം മെറ്റബോളിക് സിൻഡ്രോം കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ തീർച്ചയായിട്ടും പ്രകൃതിയുടെ ഇഫക്റ്റ് ഉണ്ട്. അതിലൊന്ന് പ്ലാസ്റ്റിക് തന്നെയാണ്. ജനറ്റിക്സും എപ്പിജനറ്റിക്സും പറയാൻ സമയം കിട്ടിയില്ല, സമയമില്ലാതെന്ന് പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും മാരകമാണ്, ഒഴിവാക്കി പറ്റുള്ളൂ. ചോദ്യം ഒന്നും കൂടെ. ഏതാ ചൂടായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലായിടത്തും വായിക്കുന്ന പ്ലാസ്റ്റിക് ചൂടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് അതിൻ്റെ മൈക്രോ പാർട്ടിക്കിൾസ് നമ്മൾ കാണുന്നില്ല. നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞ് നമ്മുടെ വയറ്റിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അത് നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡ് ചെയ്യണം. അതൊരു വെൽ നോൺ അക്സെപ്റ്റഡ് ഫാക്ടറാണ് പ്ലാസ്റ്റിക്. ഗോതമ്പ് ഇപ്പോൾ ഒട്ടും കഴിക്കരുതെന്നാണ് പറയുന്നത്. അതിൻ്റെ സ്പോട്ട് വരച്ചിരിക്കുന്നതിൽ പഞ്ചസാര കഴിച്ചാൽ ഇപ്പം നമ്മൾ 0 ഹവറിൽ ഇപ്പം ഒരു 75 ഗ്രാം പഞ്ചസാര കഴിക്കുന്നു, 75 ഗ്രാം ഗോതമ്പ് കഴിക്കുന്നു. നേരത്തെ വിചാരിച്ചിരുന്നത് പഞ്ചസാരയാണ് കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. ഇന്ന് തെളിയിച്ചിരിക്കുന്നത് ആട്ടയാണ് പഞ്ചസാരയേക്കാൾ കൂടുതൽ. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. അത് ഒരു കാരണം. അതിനേക്കാളൊക്കെ പ്രധാനം ഇത് റിയാക്ഷൻസ് ശരീരത്തിലുണ്ടാകും. വളരെ മാരകമായ റിയാക്ഷൻ, ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന റിയാക്ഷൻ. അത് കുടലിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം എന്ന് പറഞ്ഞ് 10, 30, 40 കൊല്ലമായിട്ട് എല്ലാ ഡോക്ടർമാരെയും ചികിത്സിച്ചിരുന്നത്. അന്ന് ചികിത്സിച്ചിരുന്ന ഞാനും ചികിത്സിച്ചിരുന്നു. അന്നേ എനിക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു, ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് 100% കണ്ടുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ആഹാരത്തിൽ നിന്നും കുടലിൻ്റെ ലൈനിങ്ങിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് വന്നിട്ട് അതിൽ നിന്ന് ലീക്ക് വരുന്ന ലീക്കി ഗട്ട് സിൻഡ്രോം എന്നാണ് ഇപ്പം ലീക്ക് ആകുന്ന ഇൻഡസ്ട്രി ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം. ചോദ്യം ക്ലിയർ ആയി? സോറി. അപ്പോൾ ഗോതമ്പാണ് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഇതുണ്ടാകുന്നത്. അരിയുടെ കാര്യം ഞാൻ പറഞ്ഞു. തവിടുള്ള അരി അതാണ് ഏറ്റവും പ്രശ്നം. ഞവരരിയാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ തവിടിൽ മതി വരുത്തുന്ന നമ്മുടെ തലച്ചോറിലൊരു സാറ്റൈറ്റി സെന്റർ ഉണ്ട്. ഈ സാറ്റൈറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ മതി വരുത്തുക. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് തവിടിൽ ഈ സാറ്റൈറ്റി സെന്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കെമിക്കൽസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്തോറും ഇതിൻ്റെ അളവ് കൂടി ഈ സാറ്റൈറ്റി സെന്റർ പറയും മതി എന്ന് പറയും. ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ചിപ്സ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. പക്ഷേ മധുരക്കിഴങ്ങ് അങ്ങനെ തിന്നാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കി. 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്കും മതിയാവും. കാരണം അത് രുചിയൊക്കെ തിന്നാൻ രസമാണെങ്കിൽ അതിൽ സാറ്റൈറ്റി സെന്ററിനെ ഇത് ചെയ്യുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അരി കഴിക്കാൻ നല്ലതാണ്. ഫുൾ തവിടുള്ള അരി കഴിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ലോ കാർബോഹൈഡ്രേറ്റ് അരി. കാർബോഹൈഡ്രേറ്റ് പഞ്ചസാരയാണ്. അപ്പോൾ ആഹാരത്തിൽ അത് മിനിമം ഹൈ ഫാറ്റ് അതിലിപ്പം അരിയാണ് നല്ലത്. അല്ലെങ്കിൽ മില്ലറ്റ്സ്, അതിൽ പ്രത്യേകിച്ച് റാഗിക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫുൾ തവിട് കിട്ടും. ആൻസർ കിട്ടി.
ഇല്ല, അതിനൊന്നും അവർക്ക് അടിസ്ഥാനപരമായ കാരണങ്ങളില്ല. പിന്നെ ശർക്കരയിൽ കുറച്ച് മാഗ്നീഷ്യൻസ് ട്രേസ് എലിമെന്റ്സ് ഉണ്ട്. പക്ഷെ അതിനു വേണ്ടി നമ്മൾ ശർക്കര കഴിക്കാതിരിക്കുക. ഇറ്റ്സ് എ ഹൈ കാർബോഹൈഡ്രേറ്റ്, അത് പോയ്സൺ തന്നെയാണ്. പിന്നെ പഞ്ചസാരയും ശർക്കര ഏതാണെന്ന് ചോദിച്ചാൽ ശർക്കര കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ വല്ലപ്പോഴും കൂടി ഒരു പായസം ഉണ്ടാക്കുന്ന ശർക്കര ആയിരിക്കും നല്ലത്. കൂടുതലാണ് ഇപ്പോൾ മിക്കവർക്കും 80, 90 ആ ഏജുകളിൽ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ തന്നെ വളരെയധികം ഏജുള്ള ആളുകൾ ഇപ്പം നിൽക്കുന്നുണ്ട്. അവർ മെഡിസിൻ എടുത്തുകൊണ്ട് തന്നെ നിലനിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അതിനുള്ള ചോദ്യം ഒരു മറുചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മനുഷ്യന്റെ നോർമൽ ലൈഫ് സ്പാൻ എത്രയായിരിക്കും? പണ്ട് 100-നെതിയൊക്കെ 800-ഓ 1000-ഓ ജീവിച്ചിരുന്നു. എന്തുകൊണ്ടത് കുറഞ്ഞു പറഞ്ഞാൽ 30-ലും 40-ലും എത്തി. 30-40 ആയുസ് ഉണ്ടായിരുന്നപ്പോൾ വയറിളക്കം, ഛർദില്, പോളിയോ, ചിക്കൻ ബോക്സ്, വസൂരി ഇങ്ങനെയുള്ള രോഗങ്ങൾ, മാൽന്യൂട്രീഷനൊക്കെ ഉണ്ടായിരുന്നു. അന്നാണ് 30-40 അമ്പം ഉണ്ടായിരുന്നത്. അതിനെല്ലാം കൺട്രോൾ ചെയ്തപ്പോൾ മനുഷ്യന്റെ ആയുസ് കൂടി. പക്ഷെ പ്രഷർ, ഷുഗർ, ക്യാൻസർ വന്നു. ഇന്ന് 70, 80, 90 എത്തിക്കുന്നെങ്കിൽ ആരോഗ്യത്തോടെയല്ല എത്തിക്കുന്നത്. പല രോഗങ്ങൾ ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ്, ക്യാൻസറിന് കീമോതെറാപ്പിയും ചെയ്ത് 80-കളും 90-കളും എത്തിക്കുകയാണ്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് പരിപൂർണമായി മരുന്നുകൾ ഒഴിവാക്കി ആയുസ് കൂട്ടുക എന്നുള്ളതാണ്. അത് ചെയ്തു കഴിയുമ്പോൾ ആയുസ് എവിടെ ചെല്ലുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഉത്തരം കിട്ടില്ല. ഫുഡാണ്. ഫുഡിന്റെ ടൈമാണ്. ഫുഡിന്റെ ടൈം ഞാൻ സൂചിപ്പിച്ചു. 16 മണിക്കൂർ കീപ്പ് ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ 5 PM കഴിച്ചിട്ട് 9 AM, അപ്പോൾ 16 മണിക്കൂറായി. ഞാനിത് ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ എനിക്ക് ഗ്യാസ്ട്രിക് അപ്സെറ്റ് രോഗമുള്ള ഒരാളായതുകൊണ്ട് ഈ 5 മണിക്ക് കഴിച്ച് 8 മണി 8-8:30 ഉറങ്ങും. അപ്പോൾ എനിക്കൊരു ഗുണം കിട്ടി. പക്ഷെ എന്നിട്ട് പോരാൻ തോന്നിയിട്ട് പിന്നെ രാവിലെ ജിമ്മിനൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ, 9 മണി വെയിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 മണി, പക്ഷേ 5 മണിയാകുമ്പോൾ കോർട്ടിസോൾ താഴെ 2 മണിക്ക് നല്ല ലഞ്ച് കഴിച്ചാൽ മിനിമം റൈസ്, ബാക്കി സാധനങ്ങളെല്ലാം കൂടുതൽ കഴിച്ചിട്ട് പിറ്റേന്ന് 6 മണിക്കാണ്. ഐ ഫൈൻഡ് ഇറ്റ് വെരി കംഫർട്ടബിൾ. ഇത് പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ഇത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പം 2 മണിക്ക് കഴിച്ചാലുള്ള ഗുണം 8-8:30 ഉറങ്ങുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ സ്റ്റൊമക്കും ഇൻഡസ്ട്രിയും എംറ്റി ആവും. അപ്പോൾ ഹോൾ ബ്ലഡ് സർക്കുലേഷൻ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിട്ട് റിപ്പയറിംഗ് പ്രോസസ്സ് കണ്ടുപോകാൻ നടക്കും. അത് മാത്രമല്ല 14 മണി ആദ്യം പറയാൻ പറ്റുപോയി. ഈ ഫാസ്റ്റിങ്ങിന്റെ ഏറ്റവും വലിയൊരു ഇത് പറയാൻ പറ്റുപോയി, ഓട്ടോഫാജി. ഓട്ടോഫാജി എന്ന് വെച്ചാൽ ഈ പുറമേ നിന്നുള്ള ആഹാരം വരാതെയാകുമ്പോൾ ശരീരത്തിലെ ചത്തുകൊണ്ടിരിക്കുന്ന സെല്ലുകളെ, ബാക്ടീരിയയെ എല്ലാത്തിനെയും തിന്നാൻ തുടങ്ങും. ഈവൻ രക്തക്കുഴലിൽ നിങ്ങൾ ലെപ്രോസിസ് ഡിസീസ് എന്നൊക്കെ ഇട്ടാണ് 3 കുഴൽ അടഞ്ഞിരിക്കുക. ഈ കുഴലിനകത്ത് അടിഞ്ഞിരിക്കുന്ന അഴുക്കുകളെ പോലും, അതെറോസ്ക്ലെറോസിനെ പോലും ഇമ്മ്യൂണോളജിക്കൽ സെല്ല് വന്നിട്ട് തിന്നാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ എല്ലാ രോഗങ്ങളും ഈ 14 മണിക്കൂർ. ഓട്ടോഫാജി എന്നുള്ള വാക്ക് ഞാൻ പറയാൻ വിട്ടുപോയുള്ളൂ. ഉത്തരം കിട്ടി. ഭക്ഷണത്തെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും ഡോക്ടർ പറഞ്ഞു. വ്യായാമത്തെക്കുറിച്ച് സോറി വിട്ടുപോയതാണ്. ഈ സമയത്തിന്റെ പ്രശ്നമാണിത്. 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞത് തുടങ്ങിയപ്പോൾ 4 മണിക്കല്ലായി. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഞാൻ എൻ്റെ ഇതിലുള്ളതായിരുന്നു. ഈ സമയം കാരണം ഇങ്ങനെ നിർത്താനുള്ള ശ്രമത്തിലാണ്. 2007 2019 14 മണിക്കൂർ ആഹാരം കഴിക്കേണ്ടെന്ന് പറഞ്ഞു. 55 വയസ്സിന് മേലുള്ള നിങ്ങൾ പല ഡോക്ടേഴ്സിനെ കണ്ടിട്ടില്ലേ? 24 2025 എത്ര പേര് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്? ഒരാൾ കൈകൊണ്ടാവും. ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ, ഇത് ബ്രെഡ് ആൻഡ് ബട്ടർ അല്ലെങ്കിൽ ഖുറാനോ ബൈബിളോ ഒക്കെ ആണെന്ന് പറയാം. മോഡേൺ മെഡിസിൻ്റെ 15 പേജിൽ ഡിസ്കസ് ചെയ്ത് എത്ര ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? എന്ന് പറഞ്ഞ പോലെ 2007 കണ്ടുപിടുത്തമാണ്. ഒരു ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റായി ഞാൻ പോലും വായിക്കുന്നത് 2 വർഷത്തിന് മുമ്പാണ്. നാലഞ്ച് നോക്കി 40 വയസ്സ് 35-40 വയസ്സാകുമ്പോൾ ശരീരത്തിലെ മസിലുകൾ കുറഞ്ഞു പോകും. മസിലിന്റെ മാസ് കുറയും. സാർക്കോപീനിയ എന്ന് പറയും. സാർക്കോ എന്ന് വെച്ചാൽ മസിൽ, പീനിയ എന്ന് വെച്ചാൽ കുറയുക, ആവശ്യത്തിൽ കുറവ്. കൂടിയാൽ തന്നെ ഹൈപ്പർ എന്ന് പറയും. പീനിയ വെച്ചാൽ കുറയുക. അപ്പോൾ സാർക്കോപീനിയ 30-35-40 ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ശോഷിക്കും, ഫാറ്റ് കൂടും. ഇന്റൻസ് മസ്കുലാർ എക്സസൈസ് ആണെന്ന് പറയുന്നത്. ഇന്റൻസ് മസ്കുലാർ എക്സസൈസ് ആഴ്ചയിൽ 2-2 പ്രാവശ്യം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് മസിലാണ് പ്രവർത്തിക്കുന്നത്. ഇതൊന്ന് ഞാനൊരു 100 പ്രാവശ്യം ചെയ്തെന്ന് വിചാരിക്കുക, തളരുന്നത് വരെ ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുക, വീണ്ടും ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ ഈ മസിലുകൾ വീണ്ടും 1 പ്രാവശ്യം കൂടെ ചെയ്യാവുള്ളൂ. എന്ന് വെച്ചാൽ മസിലിന് റെസ്റ്റ് കൊടുക്കണം, മസിൽ വളരാൻ അവസരം കൊടുക്കണം. വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെ നീര് വരും 2 പ്രാവശ്യം. പിന്നെ മറ്റ് ഗ്രൂപ്പ് ഓഫ് മസിൽസ് ചെയ്യും. അങ്ങനെ ഒരു 100,000 ഗ്രൂപ്പ് മസിലുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു ജിമ്മിൽ പോയാൽ ഇതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റും.
ഇപ്പൊ സാർക്കോപ്പിനെ പ്രിവെന്റ് ചെയ്യുകയും ഫാറ്റ് കുറയുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്റൻസ് മസ്കുലർ എക്സസൈസ്. നമ്മളിന്ന് കളിക്കുന്ന ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ എല്ലാ കളികളും മനുഷ്യരാശിക്ക് ഡാമേജിങ് ആണ്. ആദ്യത്തെ ഏതൻസിലെ ആദ്യം നടന്ന ഒളിമ്പിക്സിൽ 25 കിലോമീറ്റർ പന്തവും പിടിച്ച് ഓടി വന്ന ആള് പന്തം കൊടുത്തിട്ട് അവിടെ കുഴഞ്ഞു വീണ് മരിച്ച ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ വൈകിട്ട് പോയി ഫുട്ബോൾ കളിക്കുന്നു, വേർത്ത് കുളിച്ച് അവരുടെ മസിലുകളൊക്കെ ഡാമേജായി, സോഡിയവും വെള്ളവും ഒക്കെ നഷ്ടപ്പെട്ട് അവർ അവശരായിട്ടാണ് വരുന്നത്. ഏപ്രിൽ മാസത്തിൽ പോലും പിള്ളേർ വെയിലത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കും. തെറ്റാണത്, മനുഷ്യന് ഡാമേജിങ് ആണ്. ഇന്റൻസ് മസ്കുലർ എക്സസൈസ്. അപ്പം ജിമ്മില്ലാത്തവരെ പോലെ കളിക്കാൻ പോവുക, കളിച്ചൊന്നും കാര്യമില്ല. കളിക്കുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് മസിലേ കളിക്കുന്നുള്ളൂ. എല്ലാ ഗ്രൂപ്പുകളും പഠിക്കണം. അതിന് ജിമ്മിലാണ് തന്നെ പോകണം. ക്ലിയർ ആയി? ചോദ്യം ക്ലിയർ ആയി? സന്തോഷമില്ല. 65 വയസ്സുള്ള ഞാൻ പോകുന്നുണ്ട്. ആഴ്ചയിൽ 4 വർഷത്തോളം പോകണം. 5 വർഷം ചേർത്തിട്ടുണ്ട്. അവിടെ എന്നെക്കാൾ പ്രായമുള്ള ഒരാൾ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, 70-72 വയസ്സ്. പക്ഷെ ഞാൻ പുള്ളി ഇതുവരെ കണ്ടിട്ടില്ല. യോഗ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. യോഗ മസ്കുലർ എക്സസൈസ് അല്ല. യോഗയുടെ ടോട്ടലി ഡിഫറൻറ്റ് ഇതാണ്. ഒരിക്കലും ഇല്ല. ഇന്റൻസ് മസ്കുലർ എക്സസൈസ് യോഗ ഇസ് നോട്ട് അറ്റ് ഓൾ എ സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് മരുന്ന് കഴിക്കുന്നതും നല്ലതല്ലെന്ന് പറഞ്ഞു. മരുന്നില്ലാതെ ഉറങ്ങാനുള്ള എന്തെങ്കിലും മാറ്റമുണ്ടോ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യണം. ഉച്ചയ്ക്ക് 2 മണിക്ക് ആഹാരം കഴിക്കുക, 6 മണിക്കൂർ. 5 മണി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. സോഷ്യൽ മീഡിയ പോയിട്ട് ബ്ലൂ ലൈറ്റ്, ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഒന്നിലും പങ്കെടുക്കരുത്. വായന മാത്രം. ഒരു ഡിം ലൈറ്റിൽ വായിച്ചുകൊണ്ടിരിക്കും. ചോദ്യം ചോദിച്ചാൽ ശ്രദ്ധിക്കുന്നില്ല. ഡിം ലൈറ്റിൽ വായിച്ചുകൊണ്ടിരിക്കുക. 5 മണിക്ക് മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂട്ടുക. നാച്ചുറലായിട്ട് മെലറ്റോണിൻ ഗുളിയായിട്ട് കിട്ടും, പുറത്തെ ഗുളിയായിട്ട് കഴിക്കരുത്. ഒരു കാര്യമില്ല. കോർട്ടിസോൾ ആദ്യം താഴെ വരണം. കോർട്ടിസോൾ താഴെ വന്നാൽ മാത്രമേ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ബ്രെയിനിൽ ഒരു സ്ഥലമുണ്ട്. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം. റെറ്റിക്കുൽ എന്ന് പറയുന്ന കണക്ഷനാണ്. അവിടെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് നമ്മളിങ്ങനെ എണീപ്പിച്ചിരുത്തുന്നത്. ഇങ്ങോട്ടാണ് ഈ ലൈറ്റ് ചെല്ലുന്നത്. ലൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഇതായിരിക്കും. പൈനൽ ഗ്ലാൻഡിന് മെലറ്റോണിൻ പ്രൊഡക്ഷൻ ഉണ്ടാകുകയില്ല. മെലറ്റോണിനാണ് സ്ലീപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ആഹാരം കഴിച്ച് 5 മണിയോടുകൂടി റെസ്റ്റ് എടുത്ത് റിട്ടയർമെന്റ്, വായന ഈവൻ എക്സസൈസ് പോലും ചെയ്യരുത്. ചെയ്താൽ കോർട്ടിസോൾ പ്രൊഡക്ഷൻ കൂടും അല്ലേ? എക്സസൈസ് എല്ലാം രാവിലെ ചെയ്യുക. 5 മണി 100% ഉറക്കം വരും. ഇസ് മൈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. എൻ്റെ അടുത്ത് ഇൻസുലിൻ എടുത്ത് 70-80 യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്, നിർത്തിയിട്ടുണ്ട്. എത്ര പേരുടെ ഇൻസുലിൻ നിർത്തിക്കൊണ്ടിരിക്കുന്ന അറിയാമോ? ഓൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. വെള്ളം 5 മണിക്ക് ശേഷം വെള്ളം കഴിയുന്ന ഒഴിവാക്കുക. എസ്പെഷ്യലി ഈ ഏജിൽ മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കും, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. രാവിലെ എഴുന്നേക്കുന്ന തന്നെ ഒരു 5-6 ഗ്ലാസ് വെള്ളം കുടിക്കുക. 55 വയസ്സ് കഴിയുമ്പം ദാഹം കുറയും. ദാഹം അറിയുകയല്ല. പലപ്പോഴും BP ഫോൾ വരുന്നതിൻ്റെ കാരണം അതാണ്. വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. അത് എന്തോരം വെള്ളം കുടിക്കണം എന്നുള്ളത് നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചർ കൂടി, ഹ്യൂമിഡിറ്റി ടെമ്പറേച്ചർ കൂടുന്ന സമയം കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഒരു 2-2.5-3 ലിറ്റർ ഡിപ്പെൻഡിങ് ഓൺ ദി ക്ലൈമറ്റ്. ഏതാ ഈ പറഞ്ഞത്? കീറ്റോ ഡയറ്റാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞതെല്ലാം കീറ്റോ ഡയറ്റാണ്. ലോ കാർബ്, ഹൈ ഫാറ്റ് ആൻഡ് മോഡറേറ്റ് പ്രോട്ടീൻ വിത്ത് 16 hours ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിച്ചില്ല എന്നുള്ളൂ. ഓട്ടോമാറ്റിക്കലി കീറ്റോൺ ഉണ്ടാവും. പക്ഷെ കീറ്റോജനിക് ഡയറ്റ് നേരത്തെ നമ്മൾ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, 16 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കുന്നതിനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നവരുണ്ടല്ല. ദാറ്റ്സ് എ നോർമൽ എന്ന് പറഞ്ഞാൽ കീറ്റോജനിക് ഡയറ്റ് ഈസ് എ നോർമൽ ഫോർ ഹ്യൂമൻ ബീങ്. ഹൈ കൊളസ്ട്രോൾ ഉള്ളവർക്ക് എന്ത് കാര്യവും നമ്മൾ പുതിയതായിട്ട് തുടങ്ങുമ്പോൾ സൂക്ഷ്മതയോടെ തുടങ്ങണം. ഒരു ഗ്രേഡഡ് ആയിരിക്കണം. ഒറ്റയടിക്ക് 16 മണിക്കൂർ ഇത് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 90% ഡയബറ്റിക് രോഗികളും കഴിക്കാൻ പാടില്ലാത്ത സൾഫണൈൽ യൂറിയ എന്ന മരുന്ന് അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരാണ്. അവർക്ക് ആവശ്യമില്ല. കാരണം അവർ നിയന്ത്രണമില്ലാതെ, ആഹാരത്തിലും ജീവിതത്തിലും നിയന്ത്രണമില്ലാതെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാർ മരുന്ന് കൂട്ടിയെഴുതും. അപ്പോൾ എന്ത് പറ്റും വെച്ചാൽ പെട്ടെന്ന് കീറ്റോജനിക് ഡയറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷുഗർ താഴെ പോകും. അതുകൊണ്ട് സൂക്ഷ്മതയോടെ വേണം. തുടക്കത്തിൽ 16 മണിക്കൂർ തുടങ്ങാം. രാത്രി ഷുഗർ താഴെ പോയാൽ ഇമ്മീഡിയറ്റ്ലി വേണ്ടത് കഴിക്കുക.
എന്നിട്ട് സൾഫനൈൽ യൂറിയ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ ഡോസ് കുറച്ച് സോ ദിസ് ഷുഡ് ബി ഡൺ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ. ഒറ്റയടിക്ക് ചെയ്യരുത്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനും ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ മാത്രമേ ചെയ്യാവുള്ളൂ. അവിടെയും നമ്മൾ പരാജയപ്പെടുന്നത് വലിയ ആശുപത്രികളിൽ ചെന്ന 3 മാസത്തേക്ക് മരുന്ന് എഴുതി വിടും. ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ തൊട്ടടുത്ത് പോയി കാണാവുന്ന ഡോക്ടർമാരെ കാണാവുള്ളൂ. ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് സിസ്റ്റം റംസാൻ അതിനകത്ത് ഞാൻ പറയാൻ പറ്റിയ ഒരു പോയിന്റാണ്. റംസാൻ എന്ന് പറഞ്ഞ് ഒരു ഡയറ്റും സെപ്പറേറ്റ് ഇല്ല. നമ്മൾ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ 100% ഒഴിവാക്കുക. ഹൈ കാർബ്, ലോ കാർബ്, അതിന് നോമ്പ് തുറക്കുമ്പോൾ ഒരു 5 പത്തിരി 10 പത്തിരി തിന്നാതെ 3 പത്തിരി തിന്നാൻ. ഇനി റംസാനും ഈ നോർമൽ ഫാസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നോർമൽ ഫാസ്റ്റിംഗ് ഈവനിങ് ആണ്. ഈവനിങ്ങിൽ നമ്മൾ 9 മണിക്കൂർ ഉറങ്ങുക. അപ്പോൾ ഈ 16 മണിക്കൂറിൽ 9 മണിക്കൂർ നമ്മൾ ഉറക്കത്തിലാണ്. 7 മണിക്കൂറേ ഉള്ളൂ. ഈ 7 മണിക്കൂറിൽ വൈകിട്ട് 8 മണി വരെ റിട്ടയർഡാണ്. നമുക്ക് വിശക്കില്ല. നമ്മൾ ടി വി കാണാം, സിനിമ കാണാം, ആൾക്കാരായിട്ട് സംസാരിക്കുക, പുറത്തു പോയി കാണുമ്പോൾ നമുക്ക് വിശക്കും. ഇത് കോർട്ടിസോൾ ലെവൽ താഴെ പോയി. അതുകൊണ്ട് റംസാനാണെങ്കിലും സെയിം ഡയറ്റ് തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. പക്ഷെ അത് 2ആയിട്ട് ചുരുങ്ങുന്നു. ഈ 2 ചുരുക്കുന്നതിൻ്റെ കാരണം നോർമലി 16 hours 18 hours ഈവനിങ്ങിൽ നമ്മൾ ശരീരത്തിന് സ്ട്രെസ് ചെയ്യണം, അല്ലേ? ആഹാരം കൊടുക്കാതെ ശരീരത്തിന് സ്ട്രെസ് ചെയ്യുമ്പോൾ ഓട്ടോഫാജി സ്റ്റിമുലേറ്റ് ചെയ്യും. രാവിലെ ആക്റ്റീവായിരിക്കുന്ന സമയം റംസാൻ നമ്മൾ അത് ചെയ്യുമ്പോൾ സ്ട്രെസ് ഈസ് ഡബിൾഡ്. സോ ഓട്ടോഫാജി ഈസ് ഡബിൾഡ്. ഇൻഡസ്ട്രിയൽ മൈക്രോബയോംസ് ഇംപ്രൂവ് ചെയ്യും. ദാറ്റ്സ് ഓൺലി ഫോർ 1 month. ബാക്കി 11 മാസവും നിങ്ങൾ ഈവനിങ്ങിലും 16 മുതൽ 18 മണിക്കൂർ ആഹാരം കഴിക്കുക. സെയിം ഡയറ്റ്. നമ്മുടെ ചെറുപയർ, വൻപയർ, കടല, ഫിഷ്, ചിക്കൻ, മട്ടൺ, ബീഫ് ഒക്കെ കഴിക്കാം. ഈ 4 സാധനം 100%. എന്നാൽ ഈ 4 സാധനമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നോമ്പ് തുറക്കുമ്പോൾ പഞ്ചസാര ഇട്ട് നാരങ്ങ വെള്ളം, റവ കാച്ചിയത്, റവ, പഞ്ചസാര, ഐസ്ക്രീം, ഇങ്ങനെ പോകും. സോ ആ 4 കാര്യം എന്നും ഒഴിവാക്കണം. പഞ്ചസാര, ശർക്കര, പാല്, ഗോതമ്പ്. ഗോതമ്പ് എന്ന് പറയുമ്പോൾ ആട്ട, മൈദ എല്ലാം വരും. ഇന്ന് മിക്കവാറും 55-60 വയസ്സ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന മേശപ്പുറത്ത് റസ്കിന്റെ ഇതുണ്ടാവും. ഈ റസ്കിൽ ആട്ട അല്ലെങ്കിൽ മൈദയിൽ ഈസ്റ്റ് ഇട്ട് ഉണ്ടാക്കുന്നതാണ്. ദ മോസ്റ്റ് ഡേഞ്ചറസ്. അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ട്. റസ്ക് നിങ്ങൾ വെച്ചറിയാം, കേടാവുകയല്ല. പ്രിസർവേറ്റീവ്സ്. ഈയിടയ്ക്ക് ഞാൻ ഒരു കടയിൽ കയറി ഞാൻ ലെമൺ ടീം എൻ്റെ കൂടെയുള്ള ഒരു കരിക്ക് ജ്യൂസും കുടിച്ചു. അപ്പോൾ അവിടെ ഈ പച്ച ചുവപ്പ് കളറിൽ നിങ്ങൾ കണ്ടു കാണും, ഒരു കുപ്പിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അതെടുത്തിട്ട് ഞാൻ ഒച്ചത്തിൽ അവിടെ ഞാൻ ഇൻഗ്രീഡിയൻസ് വായിച്ചു. 7 കെമിക്കൽസ് ആണ് അതിനകത്തുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന സാധനം 7 കെമിക്കൽസ്. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചോ, എല്ലാ കടകളിലും കാണും ഇതൊരു 7-8 കളറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ബ്രെഡ് ഗോതമ്പല്ലേ, അത് ഈസ്റ്റ് ഇട്ടതാണ്. ഈസ്റ്റ് ഇട്ട ഗോതമ്പാണ് ഏറ്റവും നല്ലത്. ഗ്ലൂട്ടിൻ എന്ന് പറയുന്ന സാധനത്തിൽ 20,000 ആന്റിജൻസ് ആണുള്ളത്. 20,000 ആന്റിജൻ. പതിറ്റാണ്ടുകളായിട്ട് ഗ്ലൂട്ടിൻ ഇൻഡ്യൂസ്ഡ് എൻട്രോപ്പതി, ഗ്ലൂട്ടിൻ ഇൻഡ്യൂസ്ഡ് വയറിളക്കത്തെ കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ അത് സിവിയർ കേസസിന് മാത്രമേ അന്ന് കണ്ടുപിടിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. സബ്ക്ലിനിക്കൽ എന്ന് വെച്ചാൽ അത് ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിൽ ബാധിക്കുന്നതിനാണെന്ന് റിസർച്ച് പുറത്തുകൊണ്ട് വന്നിരിക്കും. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഗവൺമെന്റ് ഒഴിവാക്കിക്കും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കഴിക്കാറുണ്ട്. നല്ല ഞവരേരിയും ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് ഏറ്റവും ഫോളോ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളിൽ എല്ല് ഉറയ്ക്കുന്നത് ഓസിഫിക്കേഷൻ എന്ന് പറയും. എല്ല് ഉറയ്ക്കുന്ന അവസാനത്തെ എല്ല് ഉറയ്ക്കുന്നത് 15-ാമത്തെ വയസ്സിലാണ്. തലച്ചോറ് പൂർണ്ണമായും വളരുന്നത് 18-നും 28-നും വയസ്സിനിടയ്ക്കാണ്. ഈ പറയുന്ന ജീവിത രീതി കുഞ്ഞുങ്ങൾ തുടരാത്തത് കൊണ്ടാണ് അവരുടെ തലച്ചോറ് വളരുന്നില്ല. അവർക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്കിസോഫ്രീനിയ കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കാണുന്നതാണ്. 45 കൊല്ലമായി പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനാണ്. 30 കൊല്ലം മുമ്പ് കാണാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളിൽ വളരാത്ത ശരീരത്തിനെ ബാധിക്കുന്നത്. എന്നാൽ ഈ വളർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വലിയ കുഴപ്പമില്ലെങ്കിൽ അതുകൊണ്ടാകുന്ന രോഗങ്ങൾ വ്യത്യസ്തമാണ്.
ഇത് എല്ലാവരുടെയും ജനിച്ചു വീണ കുഞ്ഞിൻ്റെ വരെ. പക്ഷെ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് 16 മണിക്കൂർ ആഹാരം കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അതിന് ഉത്തരവില്ല കേട്ടോ. ഓ എഗ്, യെസ്, ഈ 4 കാര്യങ്ങൾ ഒഴിച്ചുള്ള എല്ലാം കഴിക്കാം. അതിലൊക്കെ ഉണ്ടല്ലോ 2 എഗ് ഡെയിലി കഴിച്ചു ഒരു കുഴപ്പമില്ല. റംസാനിൽ റംസാനിലൊക്കെ നോമ്പ് രാവിലെ പിടിക്കുന്ന എപ്പോഴും നല്ലതാണല്ലോ. ഈ ഓട്ടോഫാറ്റി ഡബിൾ സ്റ്റിമുലേഷൻ ആണ്. അല്ലാതെ 11 മാസങ്ങളിലും വൈകിട്ട് 16 മുതൽ 18 മണിക്കൂർ ആഹാരം കഴിക്കാതിരിക്കാം. ഈ ഗുണങ്ങളെല്ലാം കിട്ടും. തെറ്റാണ്. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ളത് എഗ് യോക്കിലാണ്. അതാണ് പറഞ്ഞത് പരുത്തി കൃഷിക്കാരുടെ കഥ. അവരൊന്നും പറ്റിച്ച. നിങ്ങൾ ധൈര്യമായി കഴിച്ചോ? ഗോതമ്പ് പൊടിച്ചു പോയിക്കാവോ? ഏതാ ഗോതമ്പ് പൊടിച്ച് ഷുഗർ ഉള്ളവർക്ക് തേങ്ങ ഉപയോഗിക്കാമെന്ന് ചോദ്യമുണ്ട്. 4 കാര്യത്തിൽ തേങ്ങ ഉൾപ്പെട്ടിട്ടില്ലല്ലോ. തേങ്ങ ഇഷ്ടം പോലെ കഴിച്ചു. വെളിച്ചെണ്ണ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കഴിച്ചു. വെളിച്ചെണ്ണ തേങ്ങയ്ക്കൊക്കെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, ഏറ്റവും നല്ല ഫാറ്റ് ഉള്ള സാധനം തേങ്ങയാണ്. ഏറ്റവും നല്ല ഫാറ്റ് അതിൽ പ്ലാന്റ് ഫാറ്റ്, ഹൈ ഫാറ്റിലെ പ്ലാന്റ് ഫാറ്റ് ഏറ്റവും കൂടുതലുള്ളത് തേങ്ങയിലാണ്. പഞ്ചസാര, ശർക്കര 1, പാല്, ഗോതമ്പ്, വെജിറ്റബിൾ ഓയിൽ, നമ്മൾ കഴിക്കുന്ന സൺഫ്ലവർ ഓയിലോ ആയിട്ടൊന്നും കഴിക്കുന്ന ഉള്ളി, വെളിച്ചെണ്ണ, പശുവിനെ. നമ്മൾ അലോപ്പതി മെഡിസിൻസിലും ആയുർവേദ മെഡിസിൻസിലും ഉപയോഗിക്കുന്ന ക്യാപ്സൂളുകൾ. ആ ക്യാപ്സൂളുകൾ നമ്മൾ ലാഭം കഴിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അതിന്റെ ദൂഷ്യവശം എന്താണ്? ക്യാപ്സൂൾ ജലാറ്റിനിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഗോതമ്പിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടോ. സമയമായിട്ട് കേട്ടിട്ട് പോവുക. ഗോതമ്പിനെ കുറിച്ച് നിങ്ങൾ ഞാനീ പറയാൻ പോകുന്നൂടെ കേൾക്കുക. ജലാറ്റിൻ ഉണ്ടാക്കുന്ന മൃഗങ്ങളുടെ കൊഴുപ്പല്ലല്ലോ, ഈ കാർട്ടിലേജുള്ളല്ലോ. കാർട്ടിലേജ് നമ്മുടെ ഈ ബോൺ മീൽ ഉണ്ടാക്കുന്ന, എല്ലുപൊടി ഉണ്ടാക്കുന്നിടത്ത് അവർ അവിടെ നിന്നാണ് ഈ കാർട്ടിലേജ് എടുത്തിട്ട് കയറ്റി അയച്ച് ജലാറ്റിനിൽ നിന്നാണ് ക്യാപ്സൂൾ ഉണ്ടാക്കുന്നത്. കുഴപ്പമില്ലാത്ത ഇതും കൂടെ കേട്ടോളൂ. മനുഷ്യ ശരീരം തിന്ന് എങ്ങനെ ഇരിക്കും? ബി പോസിറ്റീവ് രക്തക്കാരൻ O പോസിറ്റീവ് രക്തം കൊടുത്ത് എങ്ങനെ ഇരിക്കും? റിയാക്ഷൻ അടിച്ച് മരിച്ചു പോകും അല്ലേ? അപ്പൊ മനുഷ്യ ശരീരം നമ്മുടെയൊക്കെ ജീൻ ഒന്നാണ്. ആദത്തിന്റെ അവയുടെ ജീനാണ്. അപ്പൊ നമ്മളൊരു മനുഷ്യ ശരീരം ഇത്തരൊരു കോശം അല്ലെങ്കിൽ നമ്മൾ അറിയാതെ മനുഷ്യ ശരീരം കഴിച്ചാൽ നമ്മുടെ മനുഷ്യന് ഉള്ളിൽ ചെന്നിട്ട് പലതരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകും. ഞാൻ ഈ പറയാൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾ കഴിക്കുന്ന എല്ലാ ബ്രെഡ്, ബേക്കറി ഐറ്റം, എസ്പെഷ്യലി കോയ്സിന്റെ പോലുള്ള സാധനങ്ങളിൽ ഇട്ടിരിക്കുന്ന പ്രിസർവേറ്റീവ് L-cysteine എന്ന് പറയുന്ന അമൈനോ ആസിഡാണ്. L-cysteine എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ള അമൈനോ ആസിഡാണ്. ജലാറ്റിൻ പറഞ്ഞിട്ടാണ് ഓർമ്മ. L-cysteine എന്ന് പറയുന്ന ഈ ഫുഡ് പ്രിസർവേറ്റീവ്, എസ്പെഷ്യലി ഗോതമ്പിന്റെ, കോയ്സിന്റെ, ബ്രെഡ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും പ്രിസർവേറ്റീവ് L-cysteine വരുന്നത് മനുഷ്യന്റെ രോമത്തിൽ നിന്നാണ്. മുടിയെടുത്ത് അതിൽ നിന്നാണ് ഈ സാധനം വേർതിരിച്ചെടുക്കുന്നത്. എത്ര വേർതിരിച്ചാലും മനുഷ്യകോശങ്ങൾ അതിലുണ്ടാവും. ഒരു കാരണവശാലും ബ്രെഡ്, കോയ്സിന്റെ ഒന്നും കഴിക്കില്ല.